നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. നിഖിൽ കുമാർ. നോക്കാം പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരം. ഓക്സിജൻ നൽകുന്നത് തുടരുന്നു. രോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ആശുപത്രി മുറിയിലിരുന്ന് ഞായറാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തതായി വത്തിക്കാൻ. ആറളം ഫാമിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രതിഷേധത്തിനൊടുവിൽ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് സർവകക്ഷി യോഗം. ആറളം പഞ്ചായത്തിൽ BJP UDF ഹർത്താൽ. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശം എന്ന കേസിൽ PC ജോർജ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. കേസെടുത്ത് പിന്തിരിപ്പിക്കാനാകില്ലെന്നും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും PC ജോർജ്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 15ാം ദിവസത്തിലേക്ക്. ചർച്ചയ്ക്ക് തയ്യാറാകാതെ സർക്കാർ. അവകാശങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാൻ നീക്കം. കൂടുതൽ നേതാക്കളും സമരപ്പന്തലിലേക്ക്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർ. പുനരധിവാസത്തിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് നിരാഹാര സമരം. സംസ്ഥാനത്തെ 28 വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. വോട്ടെണ്ണൽ നാളെ രാവിലെ 10-ന്. പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ. ചിരവൈരികളെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. 2ാം ജയത്തോടെ സെമി സാധ്യത നിലനിർത്തി ടീം ഇന്ത്യ. ഇന്ന് ബംഗ്ലാദേശ് ന്യൂസിലൻഡ് പോരാട്ടം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ലിവർപൂളിന് തകർപ്പൻ ജയം. നിഖിൽ, കുറെ അധികം ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ വന്യജീവി ആക്രമണം. അല്ലെ, അത് കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ കാടുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലൊക്കെയും ഇത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഈ ജീവികൾ ആക്രമിക്കുന്ന സാഹചര്യം, ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം, അത് വളരെ ഗുരുതരമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. തീർച്ചയായും ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഇനി വേനൽ കടുക്കുന്നതോടെ ഇത് കൂടുമെന്നാണ്. കാട്ടിനുള്ളിൽ വെള്ളം, അതിന്റെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ വന്യജീവികൾ കൂടുതൽ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ ദിവസവും ദമ്പതികൾ കൊല്ലപ്പെട്ടിരുന്നു ആറളം പഞ്ചായത്തിൽ. അവിടെ ഇന്ന് BJPയുടെയും UDFന്റെയും ഹർത്താലുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്തണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. വനമന്ത്രി ഇന്ന് സ്ഥലത്തെത്തും. അധ്യക്ഷതയിൽ ആറളം ഫാമിൽ വെച്ച് ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട്. 13ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതെ തന്നെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. രാത്രി വൈകിയാണ് മൃതദേഹങ്ങൾ മാറ്റാൻ പോലും ഈ പ്രതിഷേധക്കാർ, അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചത്. കാരണം അവരുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിവ് കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വനം മന്ത്രി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ പലത് കണ്ടതും അത് പ്രഹസനങ്ങളായി മാറുന്നതുമൊക്കെ വളരെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പക്ഷേ ഈ ഉദ്യോഗസ്ഥല ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനമോ അവർക്ക് വേണ്ട ഒരു അനുകൂല സാഹചര്യമോ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ദാരുണമായ സംഭവം ഉണ്ടായ സ്ഥലത്താണ്. ഇന്നലെ നമുക്കറിയാം ആറളം ഫാമിൻ്റെ 13ാം ബ്ലോക്കിലാണ് ആദിവാസി ദമ്പതികളായ വെള്ളി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീലയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലത്താണ് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം ആറളം വനവാസി പുനരധിവാസ മേഖലയാണ്. ഇവിടെ ധാരാളം വീടുകൾ പലയിടത്തും നമുക്ക് കാണാം. പക്ഷേ പലയിടത്തും ആളുകൾ
താമസമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഈ വന്യജീവി അക്രമത്തെ തുടർന്ന് പല ആളുകളും ഈ പുനരധിവാസ മേഖലയുടെ ഉൾഭാഗത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് താമസം മാറുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത്രയേറെ ഭീതിതമായൊരു സാഹചര്യം തന്നെയാണ് ആറളം മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 16 പേരാണ് ആറളത്ത് മാത്രം കാട്ടാനയുടെ ഈ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് തന്നെ ഇവിടുത്തെ ഈ ജനങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഏതായാലും ഈ ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവത്തിന് പുറമെ രാത്രി ജനങ്ങൾ വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസ് കടത്തി വിടാതെ ആളുകൾ തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മൃതദേഹം വിട്ടു നൽകാനാകില്ല എന്നൊരു നിലപാടുമായി ഈ നാട്ടുകാർ ഒന്നടങ്കം പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഏതാണ്ട് രാത്രി 12 മണിയോടുകൂടിയാണ് പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമുണ്ടായി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനെങ്കിലും ഈ നാട്ടുകാർ സമ്മതിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ കളക്ടറുടെ നേതൃത്വത്തിൽ ആറളം പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ആറളത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിന് പുറത്തൊക്കെ ഒരു ചർച്ച നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. എന്നാൽ സാധാരണഗതിയിൽ വീണ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ കാട്ടാന അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ വന്യജീവി അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം കൊടുക്കുന്നു. കുടുംബത്തിലുള്ള ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുന്നു. അതോടുകൂടി ഈ ഒരു വിഷയം കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് പൊതുവെ. അത് പിന്നെ വീണ്ടും വന്യജീവി അക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിൽ വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതായത് ഒരു നിലവിലുള്ള സാഹചര്യം തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റു കാര്യമായ ഒരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ തന്നെ ഈ ആറളത്തെ സംബന്ധിച്ച് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടി ആനമതിൽ ഉൾപ്പെടെ പണിയും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ആനമതിലിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച മട്ടാണ്. അത് എങ്ങും എത്താത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന വീടൊക്കെ ഈ ഇവിടുത്തെ വനവാസികൾക്കായി അനുവദിച്ചു കൊടുത്ത വീടാണ്. പക്ഷേ ഇവിടെയൊന്നും താമസം ഇല്ലാത്തൊരു സാഹചര്യം. കാരണം ഇവിടെ വന്യജീവി അക്രമം രൂക്ഷമാണ്. ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം വീടുകളിൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞ് മറ്റ് ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും എന്ത് സുരക്ഷയാണ് ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നതിൽ ഞങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. ഏതായാലും ഇന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം. ഇന്നലെ ഈ ഒരു ഉണ്ടായ ദാരുണമായ സംഭവവുമായി BJPയും അതുപോലെ തന്നെ UDFും ഈ ആറളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഈ വന്യജീവികളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് BJPയും അതുപോലെ തന്നെ UDFും ആരോപിക്കുന്നത്. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നവർ ആറളം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്യുന്നത്. പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് മിഥുന് പിറകിൽ കാണുന്നത്. കാരണം അത് അവർക്ക് അനുവദിച്ചു കൊടുത്ത വീടാണ് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ തന്നെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിരുന്ന പ്രദേശമാണ്, ശല്യം ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ സർക്കാർ തന്നെ വീട് അനുവദിച്ചു കൊടുക്കുന്നു, താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വളരെ ദൂരെ ഇവർ മാറി താമസിക്കുന്നു. പക്ഷെ വനവാസികളാണ്, അവർ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് വനത്തെ ആശ്രയിക്കേണ്ടി വരും അവരുടെ ഉപജീവനത്തിനായും മറ്റും. ഇതാണ് ആ സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ചർച്ചയോ എന്നും സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം ഇവരെ പുനരധിവസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും നേരത്തെ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് പോലും ഈ വന്യജീവി പ്രശ്നങ്ങൾ ഉള്ളതാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അവർക്ക്, നാട്ടുകാർക്ക് മുന്നോട്ട് വയ്ക്കാൻ? വീണ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനവാസികളെ ഈ ഓരോ നിശ്ചിത സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതല്ലാതെ അവർക്ക് വേണ്ട എന്ത് സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് ഒരു റോഡാണ്. അതായത് ഈ ആദിവാസി പുനരധിവാസ മേഖലയിൽ അല്ലെങ്കിൽ വനവാസി പുനരധിവാസ മേഖലയിലേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറം ലോകത്തേക്ക് ആളുകളെ എത്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് കൃത്യമായ ഒരു വൈദ്യുതി
തീവണ്ടി സംവിധാനം പോലും ഈ ഒരു പ്രദേശത്തില്ല. കാരണം ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ എത്രത്തോളം ഈ ഇവിടുത്തെ ഒരു ജനത അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടുത്തെ ഒരു ഭൗതിക സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ഇന്നലെ ഈ ഒരു ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം. ഈ സാധാരണഗതിയിൽ ഒരു വന്യജീവി അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് എപ്പോഴും നടക്കാറുള്ളത് പോലെ നഷ്ടപരിഹാരം കൊടുക്കുക, കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സ്ഥിരം സംവിധാനം അല്ലെങ്കിൽ സ്ഥിരം ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉറപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന മന്ത്രിയുടെ യോഗത്തിലും നാട്ടുകാർ അത് തന്നെ ഉന്നയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ, ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ന് നടക്കുന്ന ഹർത്താലിലെ പ്രതിഷേധം അതടക്കം ചർച്ചയ്ക്ക് വരും എന്ന് കരുതുന്നു എന്ന് മാത്രമല്ല മിഥുൻ, എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. അതായത് ചർച്ചയ്ക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി വരുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആനയെ തുരത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മിഥുൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആനമതിൽ നിർമ്മാണം അത് അടിയന്തരമായി പൂർത്തിയാക്കാൻ PWD നിർദ്ദേശം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും എന്ന് ഇന്നലെ വനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചർച്ച ചെയ്യുന്നതിനൊക്കെ ഒരു ഫലം ഉണ്ടാകും, എപ്പോൾ നടപ്പിലാകും? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഈ പ്രതിഷേധം നിലനിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ മിഥുൻ. BJP അടക്കം ഹർത്താൽ രംഗത്തുള്ളത്. ഒരുപക്ഷെ ഈ ഹർത്താലുകൾ നടത്തുമ്പോൾ ജനജീവിതം തന്നെയാണ് കൂടുതൽ പ്രശ്നത്തിലാകുന്നത്. പക്ഷേ ജനങ്ങൾ നേരിട്ട് BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ ഹർത്താൽ UDFും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നിന്നുകൊണ്ട് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ആറളത്തെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വീണ, നമ്മളിന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാട്ടാനയുടെ അക്രമത്തിൽ 2 പേര് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നീക്കം. പെട്ടെന്ന് തന്നെ ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കണം, ഈ ജനവാസ മേഖലയിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളുമായി പെട്ടെന്ന് മന്ത്രി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ 2 ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം ആനമതിൽ നിർമ്മാണം അത് കൃത്യമായി വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകാതിരുന്നത് തന്നെയാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. ഏതായാലും ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് എന്തൊക്കെ നടപടികൾ എന്തൊക്കെ ആവശ്യങ്ങൾ ഈ മന്ത്രിയുമായുള്ള ചർച്ചയിൽ അവർ മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ വന്യജീവി അക്രമത്തിൽ നിന്ന് ഒരു ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഒരു സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഒരു പ്രദേശത്ത് അവരെ പുനരധിവസിപ്പിച്ചിട്ട് അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലാത്തവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ അധികൃതർ മുന്നോട്ട് പോകുന്ന നടപടി അത് അംഗീകരിക്കാനാകില്ല. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആയിരിക്കും മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യോഗവും നടക്കുക. എന്തായാലും ഈ യോഗത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വേണം. ഓക്കെ, ശരി മിഥുൻ. ഇന്ന് ഏതായാലും BJPയുടെയും ചർച്ചയിലെങ്കിലും തീരുമാനം ഉണ്ടാവട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുക. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചർച്ച നടക്കുന്നു, സർവകക്ഷി യോഗങ്ങൾ നടക്കുന്നു. നിരവധി ആളുകൾക്ക് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. യോഗം നടക്കുമ്പോൾ തന്നെ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. PC ജോർജിന്റെ വാർത്തയിലേക്ക് നമ്മളിനി പോകുന്നത്. ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം എന്ന കേസിൽ PC ജോർജ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച, അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ ഹാജരാകുമെന്ന് PC ജോർജ് പോലീസിനെ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇന്ന് 9:30 ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് PC ജോർജ് ഹാജരാകുക. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നൊരു 9:30 PC ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണോ നടപടി? എന്തൊക്കെ വിവരങ്ങൾ? അത്തരത്തിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ PC ജോർജിന്റെ വസതിക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് 9 മണിക്ക് ശേഷം PC ജോർജ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന്
ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തിയിരുന്നു, നോട്ടീസ് കൈമാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ PC ജോർജ് വീട്ടിലില്ലാത്തതിനാൽ നോട്ടീസ് നേരിട്ട് കൈമാറാൻ പറ്റിയിരുന്നില്ല. അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഏതാണ്ട് ശനിയാഴ്ച ഉച്ചയോടെ 2 മണിയോട് കൂടി ഹാജരാകാൻ കഴിയുമോ എന്ന് പോലീസ് ചോദിച്ചിരുന്നു, ഷോൺ ജോർജിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പിന്നെ ചില സാവകാശം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാമെന്നാണ് രേഖാമൂലം PC ജോർജ് ഇരാറ്റുപേട്ട പോലീസിനെ അറിയിച്ചിരുന്നത്. ഇന്ന് ഏതാണ്ട് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 9:00 തന്നെ ഇവിടെ നിന്ന് PC ജോർജ് ഇരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളും BJP നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും PC ജോർജിനെ അനുഗമിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. BJPയുടെ 2 ജില്ലാ അധ്യക്ഷന്മാരുണ്ട്. BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോയും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്, PC ജോർജിനൊപ്പം അനുഗമിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒടുവിലത്തെ വിവരം. കഴിഞ്ഞ ദിവസം PC ജോർജിനെ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ബോധപൂർവം വേട്ടയാടുകയാണ് എന്നുള്ള വിമർശനമാണ് മകൻ ഷോൺ ജോർജ് ഉന്നയിച്ചത്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ഈ കേസ് കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ പോരാട്ടമല്ല PC ജോർജിൻ്റേത്, അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഒരു നാക്കുപിഴയുടെ പേരിൽ രാഷ്ട്രീയമായി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് PC ജോർജിൻ്റെ അടുത്ത് വില പോകില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ്, അല്ലെങ്കിൽ മറുപടി തന്നെയാണ് ഷോൺ ജോർജ് ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത്. തീർത്തും ഒരു സമുദായത്തെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നില്ല PC ജോർജ് നടത്തിയത്, മറിച്ച് തീവ്രവാദത്തെയാണ് തള്ളിപ്പറഞ്ഞത്. ആ ഒരു നാക്കുപിഴ സ്വന്തം ശൈലിയിലുണ്ടായ ഒരു നാക്കുപിഴയെ പർവ്വതീകരിച്ച് രാഷ്ട്രീയമായി നേരിടാനാണ് ശ്രമിച്ചത്. അതിനെ ഏതായാലും പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഷോൺ ജോർജ് ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. PC ജോർജ് നേരത്തെ തന്നെ ഈ ഒരു പരാമർശം വിവാദമായതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് തൻ്റെ പരാമർശം വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുന്നതായി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് മുഖവിലേക്ക് എടുക്കാതെ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ശ്രമം നടത്തുന്നു. ഏതായാലും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് PC ജോർജിന്റെ ശൈലിയല്ല. അതുകൊണ്ട് തന്നെ സാധ്യമായിട്ടുള്ള നിയമ പോരാട്ടം തുടരുന്നതിനൊപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ PC ജോർജ് ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അപ്പീലുകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ. ഹർജി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഷോൺ ജോർജും വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ PC ജോർജിന് ഇതോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിവാദ പരാമർശം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ PC ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ PC ജോർജിന്റെ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചിരുന്നത് എന്നുള്ള വിഷയത്തെ കാതലായിട്ടുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. ഏതായാലും PC ജോർജിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഘട്ടം വരെ തുടക്കം മുതൽ ഈ ഘട്ടം വരെ BJP നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തുടർന്നുള്ള ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള PC ജോർജിന്റെ യാത്രയിലും BJPയുടെ പ്രവർത്തകരും എല്ലാം തന്നെ വലിയ രീതിയിൽ അനുഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 9:30 PC ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഓക്കെ, ശരി മിഥുൻ. നമുക്കിനി തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകേണ്ടത്, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഒരു സമരം നടക്കുന്നുണ്ട്. സർക്കാർ ഈ സമരക്കാരെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അതായത് അവരുടെ ആവശ്യങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആശാ വർക്കർമാർ അവരുടെ സമരം അത് കണ്ടില്ലെന്ന് സർക്കാർ നടിക്കുകയാണ്. അതായത് കോവിഡ് അടക്കമുള്ള നിപ്പ അടക്കമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച സമയത്തും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി സാധാരണക്കാരെ സേവിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആശാ വർക്കർമാർ അവരെ കണ്ടില്ലെന്ന് സർക്കാർ നടിക്കുകയാണ്. അവരുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ആശാ വർക്കർമാരുടെ ഇന്ന് അവഗണനയുടെ 15ാം നാളാണ്. ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. രാഷ്ട്രീയ പിന്തുണ ഏറുന്നതോടെ അതിജീവനത്തിൻ്റെ സമരമുഖവും മാറുകയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ആശാ വർക്കർമാരുടെ സമരം. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതിനോട് ആരോഗ്യവകുപ്പ് സർക്കാർ പൂർണ്ണമായും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ? തീർച്ചയായിട്ടും
നിഖിൽ, ഇന്ന് അവഗണനയുടെ 15ാം ദിവസമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ കഴിഞ്ഞ 15 ദിവസമായി രാപ്പകലില്ലാതെ കേരളത്തിലെ സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള ആശാ വർക്കർമാർ മാറി മാറി അവർ സമരമിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവരുമായി ചർച്ച ചെയ്യാതെ സർക്കാർ പുറംതിരിഞ്ഞ് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൻ്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ നൽകുക, അവരുടെ ഓണറേറിയം നിലവിൽ 7,000 രൂപയാണ്, അതിൽ നിന്നും 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ആവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 15 ദിവസമായിട്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ കഴിഞ്ഞ 15 ദിവസമായിട്ടാണ് ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അതിജീവന സമരത്തിലിരിക്കുന്നത്. പക്ഷേ ഈ സമരമൊന്നും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലെത്തിയിരുന്നു, സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയിരുന്നു. എന്നിട്ടും സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും ഇവരെ നേരിട്ട് കാണുകയോ ഇവരോട് സംസാരിക്കുകയോ ഇവരുടെ ആവശ്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിലെ മാനദണ്ഡമാണ്. ആ മാനദണ്ഡം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു മാസത്തെ ഓണറേറിയം ലഭിക്കണമെങ്കിൽ അത് പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിലായി പോയി കയറി ഇറങ്ങി പല ബില്ലുകൾ മാറി അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രധാനമായും ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ 2 നടന്നു കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ വളരെ സുരക്ഷിതമായിട്ട് സാമ്പത്തിക സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വളരെ വൈകാരികമായിട്ടാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരെങ്ങനെയാണ് ഈ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് ഓണറേറിയം ലഭിക്കില്ല എന്ന് പറയുമ്പോൾ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സർക്കാരോ അധികാരികളോ അറിഞ്ഞിട്ടില്ല. അവർ ഈ എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഓണറേറിയം വൈകിയാലും അല്ലെങ്കിൽ കുടിശ്ശിക കടന്നാലും വൈകുന്നേരം എന്നൊരു സമയമുണ്ടെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അധികൃതർ അവർ ശേഖരിച്ച ഡേറ്റകളുടെ റിപ്പോർട്ട്, അവർ ചെയ്ത വർക്കിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കും. ഈ റിപ്പോർട്ട് എന്തായാലും ഉറപ്പായാലും കൊടുത്തിരിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആശാ വർക്കർമാരുടെ മഹാസംഗമം നടക്കുന്ന സമയത്ത് ആശാ വർക്കർ നമ്മളോട് പ്രതികരിച്ചതാണ്, കൊറോണ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ സംഭവിച്ച് രാജ്യം മുഴുവൻ അടഞ്ഞു കിടന്ന സമയത്ത് മുഖ്യമന്ത്രി എന്നും വൈകുന്നേരം വന്നിരുന്ന് പ്രസ് മീറ്റ് നടത്തി പറയുന്ന കണക്കുകൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അധികാരികളോ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോ നേരിട്ട് ഓരോ ഇടങ്ങളിലും പോയി അല്ലെങ്കിൽ ഓരോ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും പോയി ഓരോ ആശുപത്രികളിലും പോയി എടുക്കുന്ന കണക്കുകളല്ല. അതൊക്കെ ഈ ആശാ വർക്കർമാർ ഓരോ വീടുകളിലും പോയി ഓരോ ഇടങ്ങളിലും ഓരോ PHCകളിലും പോയി ശേഖരിക്കുന്ന കണക്കുകളാണ് ക്രോഡീകരിച്ചുകൊണ്ട് വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ കേരളത്തെ അറിയിച്ചിരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു ദുർഘട സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ നീതിയെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സഹായിച്ചൊരു വിഭാഗമാണ്. ആ വിഭാഗത്തെയാണ് ഇത്തരത്തിൽ സർക്കാർ കണ്ണിച്ചോരയില്ലാതെ അവരോട് ഇടപെടുന്നതെന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് രാപ്പകൽ മാറി മാറി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇവിടെ ജോലിക്ക് വന്നു. നമ്മൾ കണ്ടതാണ്, കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരെ ഇവിടെ ജോലിക്ക് വന്ന അവസ്ഥയുണ്ട്. ഓരോ ആശാ വർക്കർമാരും കണ്ടതാണ്, നമ്മുടെ ക്യാമറ കണ്ടതാണ്, നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്. പക്ഷേ ആ സെക്രട്ടേറിയറ്റിനുള്ളിലിരിക്കുന്ന ആളുകൾ മാത്രം അത് കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഈ 15 ദിവസം പിന്നിടുമ്പോഴുണ്ടോ? അവരുടെ നേതാക്കന്മാരോട് സംസാരിക്കാൻ സർക്കാരിൽ നിന്ന് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് അങ്ങനെ ഒരു ശ്രമം ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. 15 ദിവസമായിട്ട് ഇവിടെ സമരം ഇരിക്കുകയാണ്. ആരെങ്കിലും ഒരു അധികാരികൾ വന്ന് എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ മുഖ്യമന്ത്രി ആയാലും ചോദിച്ചിട്ടില്ല. എന്താണെന്ന് പോലും ചോദിച്ചു. വഴിയെ പോകുന്ന പൊതുജനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ചോദിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്ന് പോലും ചോദിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ മിനി മേഡമൊക്കെ പോയി ചോദിച്ചപ്പോഴത്തേക്കും എന്താവശ്യത്തിനാണ്, അനാവശ്യ സമരം അല്ലേ എന്നാണ് ചോദിച്ചത്.
ഞങ്ങൾ ശബ്ദമൊന്നും പറയാൻ പറ്റുന്നില്ല, ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നു. 15 ദിവസം കൊണ്ട് ഇവിടെയുണ്ട്. ഈ തണുപ്പത്തും ഈ മഴയത്തും മഞ്ഞിലാണ് ഞങ്ങൾ. മഴയില്ല, ഈ വെയിലത്തൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. രാത്രി കൊതുകടി കൊണ്ടാണെങ്കിൽ കിടക്കാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട കാശാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ അവകാശം. 3 മാസത്തെ കുടിശ്ശിക ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസത്തെ കുടിശ്ശികയിൽ ഇതുവരെ അക്കൗണ്ടിൽ ആ പണം വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നു. 1 മാസത്തെ ഓണറേറിയം വന്നു, 1 മാസത്തെ ഇൻസെൻറ്റീവ് വന്നു. ഇല്ല, ഒറ്റ മാസത്തെ ഇൻസെൻറ്റീവ് വന്നിട്ടുണ്ട്. ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ആ ഒരു ഇൻസെൻറ്റീവ് വന്നിട്ടുള്ളത്. ഓണറേറിയം വന്നിട്ട് ഇന്ന് 3-4 ദിവസമായി. അപ്പോൾ ഈ ബാക്കി 2 മാസത്തെ കുടിശ്ശിക കിടക്കുന്നു. ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെന്ന് പറയുന്നുണ്ട് ഈ ഓണറേറിയം കിട്ടാനുള്ള. അതിൻ്റെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടും? അതിൻ്റെ ഒരു രേഖയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പലരും പറയുന്ന കേട്ട് ഞങ്ങളും കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വന്ന് ഞങ്ങളുടെ മിനി മേഡത്തിൻ്റെ അടുത്താ ബിന്ദു മേഡത്തിൻ്റെ അടുത്താ പറഞ്ഞിട്ടില്ല. രേഖാമൂലം കാണിച്ചിട്ടുമില്ല. ഞങ്ങൾക്കത് കാണിക്കണം. അപ്പോൾ ഈ രേഖാമൂലമുള്ള അറിയിപ്പുകളും ഉറപ്പും കിട്ടിയതിന് ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറും. രേഖാമൂലമുള്ള ഉറപ്പ് മാത്രമൊന്നുമല്ല മാഡം, എനിക്കിപ്പോൾ 60 വയസ്സാകാൻ പോകുന്നു. 59 വയസ്സായി. 60 ഇനിയിപ്പോൾ അത് പറയാൻ പറ്റില്ല. സമയങ്ങൾ താഴ്ന്നു പോകുമ്പോൾ പ്രായങ്ങളും പോകും. ഞങ്ങളുടെ ഈ നല്ല പ്രായങ്ങളും നല്ല രക്തമൊക്കെ പോയത് ഈ ആരോഗ്യവകുപ്പിന് വേണ്ടി വർക്ക് ചെയ്തതാണ്. ഞങ്ങളിരുന്ന് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ പട്ടി ഓട്ടിച്ച് ഞാൻ വീണു, എല്ലാം ഒരുപാട് കഷ്ടപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ആവശ്യം വേറെ ഒന്നുമില്ല. ഓണറേറിയം കൂട്ടുക. ഞങ്ങൾ 62 വയസ്സാകുമ്പോൾ പറഞ്ഞയക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ തരിക. തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൻ്റെ 60 വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണ സമയവും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കളഞ്ഞ ആളുകളാണ്. അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരായിട്ട് വന്നവരും ഒരു പക്ഷേ കാലങ്ങൾ ഇത്രയായിട്ടും ജോലി ചെയ്യുന്നവരൊക്കെ ഈ ആരോഗ്യ വിഭാഗത്തിന് വേണ്ടിയിട്ട് അവരുടെ ആയുഷ്കാലം മൊത്തവും ഹോമിച്ചവരാണ്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള ദുർഘടം പിടിച്ച അവസ്ഥകളിലൂടെയാണ് ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിലും പോയിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ആവശ്യം ഈ 7,000 രൂപ എന്നുള്ള ഇൻസെൻറ്റീവ് 7,000 രൂപ എന്ന ഓണറേറിയം 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഇത് യഥാസമയങ്ങളിൽ കിട്ടുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വിരമിക്കൽ സമയത്ത് ഇവർക്ക് 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ അധികാരികളിൽ നിന്ന് ആരും ഒരു വിവരവും ഇവരിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല, ശേഖരിച്ചിട്ടില്ല. ഇവർ അങ്ങോട്ട് പോയി സംസാരിക്കുന്ന സമയത്തും അനാവശ്യമായിട്ടുള്ള സമരമല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7,000 രൂപ മതിയോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ എന്നുള്ളതാണ്. വിധവകളുണ്ട്, അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ ഒരു സ്ത്രീകളുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ഇടപെടാതെ സർക്കാർ പാലിക്കുന്ന മൗനം, ഈ സമരം എത്ര കാലത്തേക്ക് മുന്നോട്ട് പോകും, ഈ സമരം സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ അറിയുന്നത്. എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വലിയൊരു പ്രക്ഷോഭം തന്നെയാണ് ഒരുപക്ഷെ ഈ ആശാ വർക്കർമാരുടെ അതിജീവന സമരം എന്ന് പറയുന്നത്. വിവിധ പ്രായങ്ങളിൽപ്പെട്ട ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട സാമൂഹ്യ സുരക്ഷിതത്വം, ഇവർക്ക് വേണ്ട സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. സർക്കാർ ഉത്തരവാദിത്തങ്ങൾ പാലിക്കില്ല എന്ന് വേണം ഈ 15-ാം ദിവസം ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാൻ സാധിക്കുന്നത്. വീണ, ശരി ടിൻഡു. ഏതായാലും ഈ 24 മണിക്കൂറും എന്ന് വേണമെങ്കിൽ പറയാം സേവന സന്നദ്ധരായി നിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞു കാരണം. അതായത് മുഖ്യമന്ത്രി അടക്കം വന്നിരുന്ന് കണക്കുകൾ പറയുമ്പോഴും അത് ആശാവർക്കർമാർ ഫീൽഡിൽ നിന്ന് എടുത്ത് ക്രോഡീകരിച്ച് കൊടുത്ത കണക്കുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അത് അപ്പോൾ അവരോട് ചോദിക്കുന്നത് ഇത് അനാവശ്യമല്ലേ ഈ സമരം എന്നുള്ളതാണ്. 7,000 രൂപ പോരെ ജീവിക്കാൻ എന്ന് ചോദിക്കുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാകാമെന്ന് നമ്മൾ കരുതിയാൽ പോലും ധൂർത്തടിക്കാൻ പൈസ ഉണ്ടല്ലോ എന്ന് കാണുമ്പോഴാണ് ഇവരോടൊന്നും സംസാരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഉയർന്നു വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. വൃക്ക സംബന്ധമായ നേരിയ പ്രശ്നങ്ങളുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ശ്വാസകോശത്തിൽ അണുബാധയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 14-നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, പക്ഷേ അദ്ദേഹം കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴീ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ വിലയിരുത്തുന്നു വത്തിക്കാൻ?
വീണ, തീർച്ചയായും അദ്ദേഹം കുർബാനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ജമേലി ആശുപത്രിയിലെ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന റൂമിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരെല്ലാം തന്നെ പുരോഹിതരും അതുപോലെ തന്നെ അനുബന്ധമായി ജോലി ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം കുർബാനയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഹോളി മാസ് സ്വാഭാവികമായും മാർപ്പാപ്പ അതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടതുണ്ട്. അത് സഭാ നിയമപ്രകാരമുള്ളൊരു നീക്കമാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആ കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നതാണ്. അതിലെ ചില കൃത്യമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്ന രീതിയിൽ കുർബാനയെ അർപ്പിക്കുന്നു എന്നതാണ്. അതൊരു വിശ്വാസപരമായ ഒരു നീക്കത്തിൻ്റെ, ഒരു പ്രാർത്ഥനാപരമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി എല്ലാ മാർപ്പാപ്പന്മാരും ചെയ്യുന്നതാണ്. അത് കൃത്യമായും ഒരു ആരോഗ്യസ്ഥിതി ഒരു അളക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നത് സംബന്ധിച്ച ഒരു കൃത്യത, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചിട്ടില്ല എന്നതിനൊരു തെളിവായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ഞായറാഴ്ച നടക്കുന്ന പ്രത്യേക ചില കുർബാനകളുണ്ട്. അതിന് നേതൃത്വം വഹിക്കാൻ സാധിക്കാത്തതിൽ ഖേദമറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന്. മാത്രമല്ല ആശുപത്രിയിലെ സ്റ്റാഫുമായി പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം, അതായത് ഇന്നലെ രാത്രിയാണ് വൃക്ക സംബന്ധമായ മറ്റൊരു കോംപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. വൃക്കയെ അത് നിയന്ത്രിക്കാനായി, അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എങ്കിൽ കൂടി ഈ പ്രായം 88 വയസ്സുണ്ട്, അദ്ദേഹത്തിന് കടുത്ത ന്യൂമോണിയയുണ്ട്, മറ്റ് രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ചേരുമ്പോൾ അത് എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല കൃത്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കാത്തതെല്ലാം തന്നെ ചില പ്രശ്നങ്ങളായി ശരീരത്തിൻ്റെ ചില ബലക്ഷയത്തിനൊക്കെ കാരണമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗൗരവതരമായി തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിതീവ്രമായ ഒരവസ്ഥയിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി തീർത്തും ഗൗരവതരമായി തന്നെ, അല്ലെങ്കിൽ ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ക്രിട്ടിക്കലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. സങ്കീർണമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം ചില വിരമിക്കൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന ഊഹാപോഹങ്ങൾ പോലും പ്രചരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും ആരോഗ്യസ്ഥിതിയിൽ കുറേ ഗൗരവതരമായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതും മറ്റൊരു സംഭവമാണ്. ഇതുതന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെ മാർപ്പാപ്പ തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ, ജമേലി ആശുപത്രി വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. വീണ. ഓക്കെ. നെക്സ്റ്റിൽ നിന്ന് മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ജർമ്മനിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് സഖ്യം ജയത്തിലേക്ക്. പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ സഖ്യം 28.5% വോട്ട് നേടി. ഫ്രെഡറിച്ച് മോട്സാക്ക് അടുത്ത ചാൻസലറാകും. തെരഞ്ഞെടുപ്പ് വിജയികൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശംസ അറിയിച്ചിട്ടുണ്ട്. ഐസൻ, അതായത് ഇപ്പോൾ ജർമ്മനിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് സഖ്യം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നിഖിൽ, ജർമ്മനിയിലെ കൺസർവേറ്റീവ് സഖ്യം, അതായത് CDU CSU സഖ്യം, അതായത് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഫ്രീഡറിക് മേഴ്സ് എന്ന് പറയുന്ന നേതാവ് എന്ന വ്യക്തി കൂടി അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും അടുത്ത ചാൻസലർ എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. 28.6% വോട്ടുകളാണ് CDS CSU സഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ ജർമ്മനിയിലെ വോട്ടെടുപ്പിന് ഒരു പൗരൻ്റെ വോട്ട് 2 വോട്ടുകളായാണ് രേഖപ്പെടുത്തുക. ഒന്ന് പാർട്ടിക്കുള്ള വോട്ടും ഒന്ന് ആ വ്യക്തിക്കുള്ള മേഖലയിലെ റെപ്രസെൻറ്റേറ്റീവ് MPക്കുള്ള വോട്ട് എന്ന രീതിയിലാണ് രേഖപ്പെടുത്തുക. അത്തരത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഈ പാർട്ടിയുടെ വോട്ടാണ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. പ്രൊപ്പോർഷനാണ്, വോട്ടിൻ്റെ ഷെയറാണ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. അത്തരത്തിൽ വോട്ട് ഷെയറിൻ്റെ പ്രാധാന്യത്തിൽ കണക്കെടുക്കുമ്പോൾ 28.6% വോട്ടുകൾ അദ്ദേഹം നേടി, കൺസർവേറ്റീവ് CDU CSU സഖ്യം നേടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അവർ തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത എല്ലാ മണ്ഡലങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുമുള്ള റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു. 630ഓളം സീറ്റുകളുണ്ട്. അതിലെല്ലാം തന്നെ റിസൾട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏറെ ഗൗരവം അറിയുന്നത് തീവ്ര വലതുപക്ഷ വിഭാഗം 2ാം സ്ഥാനത്തും, അതുപോലെ തന്നെ നേരത്തെ ഒലാഫ് സ്കോൾസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വിഭാഗം 3ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒലാഫ് സ്കോൾസ് എല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. തൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രകടനം വളരെ മോശമായി പോയതിൽ ഖേദമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ഈസ്റ്റർ ദിവസത്തോടുകൂടി, ഏപ്രിൽ മാസത്തോടുകൂടി ഈ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര നേതാക്കളായ കെയർ സ്റ്റാമർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയം എടുത്തു പറയേണ്ടത് സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരുന്ന ഇലക്ഷൻ നേരത്തെയാക്കുകയായിരുന്നു. പല രാഷ്ട്രീയ കാരണങ്ങളാൽ, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ ജർമ്മനിയിൽ ഈ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയായിരുന്നു. നേരത്തെയാക്കിയ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒലാഫ് സ്കോൾസിൻ്റെ ഭരണത്തെ ബാധിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും
ചെയ്തത്. ഈ വരുന്ന ഏപ്രിലോടുകൂടി ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി ഐസൺ. ജർമ്മൻ ചാൻസലർ തെരഞ്ഞെടുപ്പും 28.5% വോട്ട് നേടി മുന്നിട്ട് നിൽക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി, അതിൻ്റെ വിശദാംശങ്ങളാണ് ഐസൺ നൽകിയത്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ വരികയും ചെയ്യാം. നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ 8ാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ചേരും. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. സഭയിലെ മുതിർന്ന അംഗം അരവിന്ദർ സിംഗ് ലൗലിയാണ് പ്രോട്ടൈം സ്പീക്കർ. AAP സർക്കാരിനെതിരായ CAG റിപ്പോർട്ടും സഭയിൽ വയ്ക്കുമെന്ന് സൂചനയുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു സമ്മേളനമാകും ചേരുക. കാരണം വർഷങ്ങൾക്ക് ശേഷം BJP ഒരു സഭയെ നയിക്കുകയാണ്. അവിടെ പക്ഷേ AAPയെ സംബന്ധിച്ചും നിർണായകമാണ് ഇന്നത്തെ സഭാ സമ്മേളനം ചേരുമ്പോൾ. അതെ, CAG റിപ്പോർട്ട് സഭയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? വീണ, ഇന്നിപ്പോൾ ആദ്യത്തെ സഭ ചേരുകയാണ്. BJP സർക്കാർ 27 വർഷത്തിന് ശേഷം എത്തിക്കഴിഞ്ഞിട്ട് 8ാമത്തെ ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ്. 3 ദിവസത്തേക്കാണ് ഈ സമ്മേളനം ചേരുന്നത്. ഇന്നും അതോടൊപ്പം തന്നെ നാളെ, മറ്റന്നാൾ, അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ്. നിരവധി ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട സമ്മേളനം കൂടിയാണ്. അതായത് ഒന്ന്, നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് 6 മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടന്നുവെങ്കിലും MLA-മാരുടെ അസംബ്ലി മെമ്പേഴ്സ് എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 11 മണി മുതൽ ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനും MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കുമായി പ്രോട്ടൈം സ്പീക്കറെ ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പ്രഖ്യാപിച്ചു. അരവിന്ദർ സിംഗ് ലൗലി, അദ്ദേഹം ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ ഈ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്കുമായുള്ള പ്രോട്ടൈം സ്പീക്കറായി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 11-നാണ് സഭ സമ്മേളിക്കുന്നത്. ആദ്യം ഈ MLA-മാരുടെ സത്യപ്രതിജ്ഞ, അതിനുശേഷം ഉച്ചതിരിഞ്ഞ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. എന്തായാലും BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന വിജേന്ദർ ഗുപ്ത തന്നെ ഡൽഹിയുടെ സ്പീക്കർ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് വലിയ ഭൂരിപക്ഷം 48 MLA-മാരുണ്ട്. അതിനാൽ തന്നെ ആം ആദ്മി പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ തന്നെ അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അതിനാൽ വിജേന്ദർ ഗുപ്തയാകും ഈ 8ാം നിയമസഭയുടെ സ്പീക്കറായി വരുന്ന 5 വർഷം ഉണ്ടാകുക. നമുക്കറിയാം, അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. മാത്രമല്ല ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്നു. BJPക്ക് അടിതെറ്റിയ തെരഞ്ഞെടുപ്പിൽ പോലും 2015-ലും 2020-ലും BJPക്ക് അധികാരം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അധികാരത്തിലേറാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായ ഘട്ടത്തിൽ പോലും വിജേന്ദർ ഗുപ്ത തൻ്റെ രോഹിണി എന്ന സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തെയാണ് ഈ സ്പീക്കറായി BJP ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹം സ്പീക്കർ പദവിയിൽ എത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഒപ്പം വളരെ ശ്രദ്ധേയമാകുന്നത് ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുമെന്നുള്ളതാണ്. രേഖാ ഗുപ്ത സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. കാരണം 14ഓളം CAG റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുൻ സർക്കാരുകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്ന CAG റിപ്പോർട്ടുകളുണ്ട്. സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ നിയമസഭയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സഭയ്ക്കകത്ത് നടക്കേണ്ടതാണ്. പക്ഷേ AAP സർക്കാർ, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ കഴിഞ്ഞ 11 വർഷവും ഇത്തരം CAG റിപ്പോർട്ടുകൾ മുക്കിവെച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ അത്തരം റിപ്പോർട്ടുകൾ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, മുൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്ന അത്തരം റിപ്പോർട്ട് ഈ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. സ്വാഭാവികമായും അതിന്മേലുള്ള ചർച്ചയും ഈ നിയമസഭയുടെ കാലത്ത് തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ 26-ാം തീയതിയാകും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുക. നാളെയാണ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനുള്ള മറുപടി ചർച്ച 26-ാം തീയതി നടക്കും. അങ്ങനെ 3 ദിവസത്തെ നിർണായകമായ സമ്മേളനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. ചരിത്രത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ആവേശത്തിലാണ് ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം. നക്സൽ സ്വാധീന ഗ്രാമമായ കെർലാപെൻറ്റ നിവാസികളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു പോളിംഗ്. ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, അത് ഒരു ചരിത്ര നിമിഷമാണ് അവർക്ക് ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്?
വീണ അത് തന്നെയാണ്. അതായത് ഈ ഛത്തീസ്ഗഡിലെ കെർലാപെൻഡ എന്ന് പറഞ്ഞ ഈ ഗ്രാമം നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം 947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് 51 മുതൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. 51-ൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വിവിധ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പഞ്ചായത്തുകളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വാർത്ത ശ്രദ്ധിക്കണം, ഇത്രയും കാലമായി 947-ൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്നേ വരെ ഈ കെർലാപെൻഡ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അവർക്ക് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് സമ്പ്രദായം എങ്ങനെയാണെന്നോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതൊരു നക്സൽ സ്വാധീന ഗ്രാമമായിരുന്നു എന്നതാണ്. മാവോയിസ്റ്റുകളും നക്സലുകളും വർഷങ്ങളായി ആ ഗ്രാമത്തിന് മേൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. അതിനാൽ നമുക്കറിയാം നക്സലിസവും അതോടൊപ്പം തന്നെ മാവോയിസവും അതെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ വ്യത്യസ്ത പേരുകളിലുള്ള പ്രത്യയശാസ്ത്രങ്ങളാണ്. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ ജനാധിപത്യ വിരുദ്ധം എന്നുള്ളതാണ്. അതായത് അവർ വോട്ടിങ്ങിനെതിരാണ്. അതായത് കമ്മ്യൂണിസം ലോകത്തെല്ലായിടത്തും വോട്ടിങ്ങിനെതിരാണ്. ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും വോട്ടെടുപ്പില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചൈന, അതോടൊപ്പം തന്നെ വിയറ്റ്നാം പോലെയുള്ള നിലവിലുള്ള 5 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. കിം ജോങ് ഉന്നിൻ്റെ നോർത്ത് കൊറിയ, ഇത്തരം രാജ്യങ്ങളിലൊന്നും വോട്ടെടുപ്പ് നടക്കാറില്ല. അപ്പോൾ ഈ കെർലാപെൻഡ എന്ന് പറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിലെ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വോട്ടിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വർഷങ്ങളായി തന്നെ വോട്ട് ചെയ്യണം, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നക്സലുകളുടെയും മാവോയിസ്റ്റുകളുടെയും ഒക്കെ ഭീഷണി കാരണം അവിടുത്തെ സാധാരണക്കാരായ ഗ്രാമവാസികൾ, പാവപ്പെട്ടവർ, അവരൊരിക്കൽ പോലും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു വോട്ടെടുപ്പിലും അവർക്ക് ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു ദിനമായിരുന്നു. രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമായ കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കേന്ദ്ര സേനയുടെയൊക്കെ വലിയ നിരീക്ഷണത്തിൽ ഇന്നലെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഘടകമാണ്. അവിടുത്തെ മുഴുവൻ ആളുകളും ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിൻ്റെ വളരെ സന്തോഷത്തോടു കൂടി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ പുറത്തേക്ക് വരുന്ന സൂചന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മാവോയിസ്റ്റുകളുടെയും നക്സലുകളുടെയും ഒക്കെ സ്വാധീനം അവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ പോലും ക്ഷയിച്ചു വരികയാണ്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് അടുത്ത വർഷം മാർച്ച് മാസം ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ, നക്സൽ മാവോയിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റുകൾക്കും നക്സലുകൾക്കും ഒക്കെ സ്വാധീനമുള്ള ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ദണ്ഡകാരുണ്യ വനമേഖല, ആ വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറി ഈ ഛത്തീസ്ഗഡിലെ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു വരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയധികം കാലം വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന വലിയൊരു വിഭാഗം ഗ്രാമവാസികൾ അവർക്ക് ഒരിക്കൽ പോലും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അധികാരത്തിലിരിക്കുന്ന വിഷ്ണുദേവ് സർക്കാരിൻ്റെയും പ്രത്യേക ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാലത്ത് നക്സലുകളുടെയും മാവോയിസ്റ്റുകളുടെയും ശക്തിദുർഗമായിരുന്ന ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു. അവർ വലിയ ആഹ്ലാദത്തോടുകൂടി ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരി ഗൗതം, ഛത്തീസ്ഗഡിലെ ഗ്രാമമായ കെർലാപെൻഡ നിവാസികളാണ് ഈ ഒരു ചരിത്ര നിമിഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലേക്ക് ഭഗൽപൂരിൽ PM കിസാൻ പദ്ധതിയുടെ 19ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 10 കോടിയോളം കർഷകർക്ക് 21,500 കോടിയിലധികം രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ കീഴിൽ ആരംഭിച്ച മികവിന്റെ കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇനി ശശി തരൂർ എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് നോക്കാം. വാർത്തകൾ ഇടം പിടിച്ച് നിൽക്കുകയാണ്. അവഗണന തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ ശശി തരൂർ തീരുമാനിക്കുന്നു എന്നാണ് അറിയുന്നത്. കോൺഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്താനും ശ്രമം നടക്കുന്നു. ഒന്നും നടന്നില്ലെങ്കിൽ ഒടുവിൽ പാർട്ടി വിടാനും തീരുമാനമുണ്ടാകും എന്നാണ് വിവരങ്ങൾ. തരൂരുമായി ഒരു ചർച്ചയും വേണ്ട എന്ന നിലപാടിലാണ് KPCC, AICC നേതൃത്വങ്ങൾ. പ്രശാന്ത് ശങ്കരമംഗലം വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, തരൂരിൻ്റെ അടുത്ത നിലപാട് എന്ത് എന്നാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. അതേസമയം KPCC യോഗം ചേരുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അജണ്ട എങ്കിൽ പോലും നമുക്കറിയാം ഈ വിഷയത്തിൽ ഈ സാഹചര്യത്തിൽ തരൂരിൻ്റെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനും അവർക്ക് കഴിയുകയില്ല. പക്ഷേ ഏറ്റവും പ്രധാനം തരൂരിൻ്റെ നിലപാട് തന്നെയാണ്. അത് കടുത്ത നിലപാട് എന്ന് പറയുമ്പോൾ ഈ അടുത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ പല പ്രസ്താവനകളും കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തൊക്കെ നീക്കങ്ങൾ? വീണ, ഒരേ സമയം KPCCക്കും അതോടൊപ്പം തന്നെ AICCക്കും നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ
ശശി തരൂരിന്റെ പരാമർശങ്ങൾ എന്ന് പറയുന്നത്. അതായത് പത്രത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശം. കാരണം കടുത്തൊരു അവഗണന നേരിടുന്ന ഒരു സാഹചര്യം ശശി തരൂരിനുണ്ടായിരുന്നു. ഈ AICC ഇലക്ഷൻ എല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ശശി തരൂരിനെ പൂർണ്ണമായും KPCC നേതൃത്വവും അതോടൊപ്പം തന്നെ AICC നേതൃത്വവും അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ നേതാവായ രാഹുലുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലും 9 മാസത്തോളം അത്തരത്തിലുള്ള കൂടിക്കാഴ്ച പോലും ഉണ്ടായിട്ടില്ല. പലതവണ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിൽ പോലും ശശി തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിൽ പോലും രാഹുൽ അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇത്തരം ഒരു സാഹചര്യങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയത്താണ് ഈ ശശി തരൂരിന്റെ പരാമർശം ഉണ്ടാകുന്നത്. അത് ഒരേ സമയം അത് AICC നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ KPCCയെയും വെട്ടിലാക്കുന്ന രീതിയിലായിരുന്നു പരാമർശം ഉണ്ടാകുന്നത്. രണ്ടാമത് അതിൽ ഈ കേരളത്തിൽ പ്രതിഷേധമുണ്ടായപ്പോൾ ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലെ പത്രങ്ങളോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ അല്ല അദ്ദേഹം പ്രതികരിച്ചതെന്നതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരം കേരളത്തിൽ ഇത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. KPCC നേതൃത്വം അടക്കം അധ്യക്ഷനടക്കമുള്ളവർ ഒരു മയത്തിൽ ആണ് പ്രതികരിച്ചതെങ്കിൽ പോലും KPCC അധ്യക്ഷനും ഇതിന് പ്രതികരണം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് രാഹുലുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെ അദ്ദേഹം കേരളത്തിൽ എത്തുമ്പോഴും ആ പറഞ്ഞ വാക്കിൽ നിന്നും, അതായത് ആ പത്രത്തിൽ പറഞ്ഞ വാക്കുകളിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും അടുത്തൊരു ലേഖനം കൂടി വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് തനിക്കുള്ള അവഗണന നേരിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാമർശങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശശി തരൂരിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ നേതൃത്വത്തെ ആദ്യത്തെ തന്നെ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം ഇതിൽ ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് സ്പേസ് കണ്ടെത്താൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കണം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാനത്തൊരു നേതൃത്വമില്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോലും ഒരു നേതൃത്വമില്ല എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് യോഗ്യനായ ഒരാൾ താനാണ് എന്നുകൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ആ ലേഖനത്തിൽ. അതായത് കേരളത്തിൽ അത്തരത്തിലുള്ള നേതാവ് അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നേതാവാകാൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കമാകാനൊരു യോഗ്യത ഉള്ള ഒരാളാണ് താനെന്നും തന്നെ അങ്ങനെ അവഗണിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അവഗണിച്ചു നിർത്തേണ്ട ആളല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് ഈ കേരളത്തിലെ KPCC നേതൃത്വത്തോട് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഒരു പ്രതിഷേധം എന്ന നിലയിൽ പല ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു, ഇപ്പോഴും തുടർന്നുണ്ടാകുന്നു. അതിനിടയിലാണ് ചില അംഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന രീതിയിലുള്ള പരാമർശം കൂടി KPCC യിലുള്ള പല അംഗങ്ങളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന രീതിയിലും ശശി തരൂരിന്റെ ഭാഗത്ത് പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും വലിയൊരു പ്രതിരോധത്തിലാണ് ഇപ്പോൾ KPCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ശശി തരൂരിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ AICC അധ്യക്ഷൻ AICC അല്പസമയത്തിനുള്ളിൽ ഇതിനൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാലും സ്ഥലത്തുണ്ട്, കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും ഈ ശശി തരൂർ പുറത്തേക്കാണോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വേറെ നിലനിൽക്കുന്നത്. അതായത് ഇനി മറ്റു പാർട്ടിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ ശശി തരൂർ തള്ളുകയും ചെയ്യുന്നുണ്ട്, താൻ കോൺഗ്രസ് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് നീക്കങ്ങൾ എന്നാണ് ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഉറച്ചു നിൽക്കാനുള്ളൊരു തീരുമാനമാണോ, അതോ അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പമാണ് KPCC നേതൃത്വം ഇനി എന്ത് തീരുമാനം ഇതിനകത്ത് ഈ വിഷയത്തിൽ കൈക്കൊള്ളും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്തു. എന്തായാലും ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ ശശി തരൂരിന്റെ പരാമർശങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കൾ പലരും ഈ വിഷയത്തിൽ ശശി തരൂർ വിഷയത്തിൽ ഒറ്റക്കെട്ടാവുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഈ ശശി തരൂരിന്റെ തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിലൂടെയുള്ള പറച്ചിൽ എന്നതും കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്തായാലും ഇനി കൂടുതൽ പ്രതികരണം ഉണ്ടാക്കേണ്ടത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നാണ്. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് വീണ്ടും ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്തും കൂടി ഉണ്ടാകുന്നത്. ഓക്കെ, ശരി പ്രശാന്ത്. ഏതായാലും നോക്കാം KPCCയും AICCയും എങ്ങനെ ചിന്തിക്കുന്നുവെന്നും ഒപ്പം തരൂർ ഇവരെയൊക്കെ മറികടന്നുള്ള ചിന്തയാണോ നടത്തുന്നത് എന്നും നോക്കാം. നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് ഇടതും തട്ടകമായ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി R മിനി. ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് B ഹരികുമാറാണ്. സുരേഷ് കുമാറാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. വേണുവായി
നേടുവാൻ ആർമിനിയെ വിജയിപ്പിക്കണമേ. ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും സഹോദരന്മാരെയും ഗുരുജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും നേരിൽ കണ്ടു സെമി ഉറപ്പിച്ച് ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി അത് ഇന്നലെ ഇന്ത്യയുടെ ദിനമായിരുന്നു. അത് പാകിസ്ഥാനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ സെമി ഉറപ്പിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമുക്ക് പോകുന്നത്. നീലക്കടലായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാക് ആവേശപ്പോര് കാണാനെത്തിയ ഇന്ത്യൻ ആരാധകർക്ക് ഇന്ത്യയുടെ വിജയവും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും അവിസ്മരണീയമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. സ്വന്തം ടീമിനെ കുറ്റം പറഞ്ഞായിരുന്നു പാകിസ്ഥാൻ ആരാധകരുടെ മടക്കം. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു സ്വപ്ന സാഫല്യത്തിലാണ് ഇന്ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കണ്ടിറങ്ങിയ ഇന്ത്യൻ ആരാധകർ. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും 14,000 റൺസ് നേട്ടവും കളി കാണാൻ എത്തിയവർക്ക് ഇരട്ടി മധുരമായി. விராட் கோலி செஞ்சுரி அடிச்சு ரொம்ப சந்தோஷமா இருக்கு. பயங்கரமா என்ஜாய் பண்ண மேட்ச், பயங்கரமா என்ஜாய் பண்ணோம். விராட் கோலி செஞ்சுரி, இந்தியா ஆல்ரெடி செமிஃபைனல் குவாலிஃபை ஆச்சு. இந்தியா സ്വന്തം ടീമിനെ കുറ്റം പറഞ്ഞാണ് ഓരോ പാകിസ്ഥാൻ ആരാധകനും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത്. We feel very sad, but because Pakistan had a great chance, we could have been a great team. बहुत मजा आया. हमने फुल मजे की एंजॉय किया. Experience was very fantastic. ഈ മത്സരം കാണാൻ ഇന്ത്യയിൽ നിന്നടക്കം ആരാധകർ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. So yeah, so I traveled specially for this match only to like Dubai, and I was thinking that agar India haar jayegi to like what will happen, but then like India won. It's amazing and it's part of my bucket list. I'm very happy. ഇതിലും മികച്ച വിജയങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്നത്തെ പോരാട്ടം നോക്കിയാൽ ബംഗ്ലാദേശും ന്യൂസിലൻഡും തമ്മിലാണ്. തുടർച്ചയായി 2 വിജയം നേടി സെമി ഫൈനൽ ഉറപ്പാക്കാനാണ് കിവികൾ ഇന്ന് ഇറങ്ങുക. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെ 60 റൺസിനാണ് ന്യൂസിലൻഡ് പരാജയപ്പെടുത്തിയത്. അതേസമയം ബംഗ്ലാദേശ് അവരുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് 6 വിക്കറ്റിന് തോറ്റിരുന്നു. റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ലിവർപൂളിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ചെമ്പട നിലവിലെ ചാമ്പ്യന്മാരെ തകർത്തത്. മുഹമ്മദ് സല 1 ഗോൾ നേടി. മുഹമ്മദ് സലയുടെ ഈ സീസണിലെ 25ാമത് പ്രീമിയർ ലീഗ് ഗോളാണിത്. 2ാം ഗോളിന് അവസരമൊരുക്കിയതും സല തന്നെ. ജയത്തോടെ 64 പോയിന്റുമായി ലിവർപൂൾ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോൽപ്പിച്ചു. 3-നെതിരെ 4 ഗോളിനാണ് ന്യൂകാസിലിൻ്റെ വിജയം. ഇതോടെ പോയിന്റ് പട്ടികയിൽ ന്യൂകാസിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ലാലിഗയിൽ റയൽ മാഡ്രിഡ് എതിരില്ലാത്ത 2 ഗോളിന് ജിറോണ FC-യെ തോൽപ്പിച്ചു. ലൂക്ക മോഡ്രിച്ചും വിനീഷ്യസ് ജൂനിയറുമാണ് ഗോൾ നേടിയത്. ആറളം വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ഒന്നുകൂടി പോകേണ്ടി വരും. കാട്ടാൻ ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറളം പഞ്ചായത്തിൽ ഇന്ന് BJP-യുടെയും UDF-ന്റെയും ഹർത്താലാണ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളം ഫാമിൽ വെച്ച് ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട്. 13ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ട്. ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധം ഉണ്ടായിരുന്നു. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അതിൻ്റെ വിവരങ്ങളാണ് ആദ്യം പങ്കുവയ്ക്കേണ്ടത്. ഒപ്പം ഈ ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക? തീരുമാനങ്ങളോ അടിയന്തര നടപടികളോ ഉണ്ടാകുമോ? മന്ത്രി എത്തിച്ചേർന്നതിന് ശേഷമുള്ള കാര്യങ്ങളും എങ്ങനെയാണ്? മന്ത്രി എപ്പോഴാണ് എത്തിച്ചേരുക? തുടങ്ങിയ വിവരങ്ങളെല്ലാം. വീണ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലെ 13ാം ബ്ലോക്കിലാണ്. ഇവിടെ നമ്മോടൊപ്പം ഈ പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ഇവർക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഈ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്. നമ്മോടൊപ്പം നാട്ടുകാരനായ ശശിയേട്ടനുണ്ട്. ശശിയേട്ടൻ അറിയുന്ന ഒരാളാണോ ഈ രണ്ടുപേരും? രണ്ടുപേരും അറിയുന്ന ആൾ തന്നെ. നമുക്ക് എത്ര കാലമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാട്ടാന ശല്യം ഇവിടെ ഉണ്ട്? 10-16 വർഷമായി. 16 വർഷമായി. എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ഒരു മോശം അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്? ഇവിടെ ഇപ്പോൾ എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്ത, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റാത്ത, ഒരു വെള്ളത്തിന് വരെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ളത്.
പിള്ളേരൊക്കെ പുറത്തു വിടാൻ പേടിയാണ്. പേടിയാണ്. എവിടെയും പുറത്തു വിടാനും അവർക്കും പിള്ളേരെ എവിടെയും അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പേടിയാ. പുഴയിൽ തന്നെ പോകാൻ വേണ്ടി പേടിയാണ്. ഒരു എല്ലാത്തിനും കഷ്ടപ്പാട് തന്നെ. ഈ കാട്ടാനശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ സർക്കാരിനോട് എന്താ പറയുന്നത്? സർക്കാരിനോട് സർക്കാർ ഇപ്പം ചെയ്തു വെച്ചത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചുറ്റും മതിലും കെട്ടി കുറേ ആദിവാസിനി ആനനി ഇതിനെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യണ്ടേ? ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവർ ചെയ്യേണ്ട ഒരു പണിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരാൾ മരിക്കുമ്പോൾ തന്നെ അവർ ഒരു പണി ചെയ്തായിരുന്നു. മുത്തങ്ങേന്ന് കുറച്ച് കൂങ്കിയാനെ കൊണ്ടുവന്നായിരുന്നു. അതേപോലെ അവർ പിന്നെ കുറച്ച് ഈ വനപാലകരെ അവർക്ക് തീറ്റിപ്പോറ്റുന്നതിൽ നല്ലതേ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? ആ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പടക്കം പൊട്ടിച്ചിട്ട് മറ്റവൻ്റെ പറമ്പിൽ വിട്ടു, ആ പറമ്പിൽ നിന്ന് വിട്ടു അപ്പുറത്തെ പറമ്പിലേക്ക് വിട്ടു. ആ ചിലവ് ചെയ്യുന്നതിന് ആ കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ട് ഇവരെ മൊത്തത്തിൽ അടിച്ച് അവരെ പറമ്പിലേക്ക് കൊണ്ടുപോയാൽ പോരെ, ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. എല്ലാ ദിവസവും ഈ വനപാലകരെ തീറ്റിപ്പോയിട്ട അത്രയും വലിയ ഇതൊന്നും വരില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇവർക്ക് പണി ഉണ്ടാവില്ല. ഈ ആന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഓഫീസിലെ ആൾക്കാർക്കും പണി ഉണ്ടാവില്ല. അപ്പം അവർ ഈ പണി ചെയ്യൂല. എങ്ങനെ? ഇവർക്ക് ശമ്പളം മാത്രം കൊടുക്കണം, ശമ്പളം അവർക്ക് വേണം. അപ്പോൾ ഈ ആനേനെ ഇവർ തുരത്തുകയില്ല. ഈ വാക്ക് മാത്രമേ ഉണ്ടാവൂ. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇവർ ആനയെ തുരത്താൻ അറിയണ്ടേ? ഇവര് തുരത്തേണ്ട കാരണമില്ല. എന്താന്ന് വെച്ചാൽ തുരത്തി കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം കിട്ടൂല. ഇത്ര ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഒരു 100 ആളുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ. അതാണ് ഈ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൊറുതിമുട്ടിയൊരു അവസ്ഥ തന്നെയാണ്. പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ നല്ല ഗവൺമെൻറ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നല്ല കാര്യമേ ഉള്ളൂ. ആദിവാസികൾക്ക് വിഷം വാങ്ങി തന്നിട്ട് ആദിവാസികളെ അങ്ങ് കൊല്ലുക, എന്നിട്ട് ആനേനെ വളർത്തുക. അതാണ് നല്ല കാര്യം. ലാസ്റ്റ് വാക്കായത്. ഞങ്ങൾക്ക് വേറെ ഒരു വാക്കില്ല ഇനി. വീണ, ഈ ആളുകളുടെ വാക്കിൽ നിന്ന് തന്നെ എത്രത്തോളം സങ്കടത്തിലാണ്, എത്രത്തോളം ദുരിതത്തിലാണ് അവർ താമസിക്കുന്നതെന്ന് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം കാലം കഴിയുന്തോറും ആള ഫാമിലെ കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണുള്ളത്. അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല ജനങ്ങൾ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി നശിപ്പിക്കുന്നു, ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ മാത്രം ഏതാണ്ട് 16 പേരെ ഈ ആറളം ഫാമിനുള്ളിൽ കാട്ടാന ചവിട്ടി കൊന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടുത്തെ സാഹചര്യം എത്രത്തോളം ഭീതിതമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണുള്ളത്. ഈ കാട്ടാന ശല്യത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതേസമയം ഇന്ന് 10 മണിയോടുകൂടി ഈ ആറളം പഞ്ചായത്തിൽ ഇവിടെ ഒരു യോഗം സംഘടിപ്പിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് ഒടുവിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കളക്ടർ അടക്കം പങ്കെടുക്കുന്ന യോഗമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് 3 മണിയോടുകൂടി മന്ത്രി AK ശശീന്ദ്രനും ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു സർവകക്ഷി യോഗം ഇവിടെ നടക്കും. ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഇവിടുത്തെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമായി ഉയരുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ പരിപാടികളിലേക്ക് കടക്കുക. വീണ. ഓക്കെ, ശരി മിഥുൻ. കാട്ടാനെ ഭയന്ന് ജീവിക്കാൻ പോലും ആകാത്ത അവസ്ഥയെന്നാണ് കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മകൾ ലക്ഷ്മി. ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും അല്ലെങ്കിൽ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും മകൾ ജനം TV പറഞ്ഞു. ആറളം ഫാമിന് പുറത്തേക്ക് സ്ഥലം കണ്ടെത്തി തങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇടുക്കി വള്ളക്കടവിൽ വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയ്ക്കടുത്ത് കടുവ. വള്ളക്കടവ് പൊന്നഗർ കോളനിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. വനപാലകർ എത്തി വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കി കടുവയെ കാട്ടിലേക്ക് തുരത്തി. ഇന്നലെ വൈകിട്ടും ഇതേ സ്ഥലത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു.
കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ധനസഹായം നൽകണമെന്ന് BJP. പരിക്കേറ്റ എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നും ഗുരുതരമായ പരിക്കേറ്റവർക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും അത് നടപ്പായിരുന്നില്ല. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഗുരുവായൂർ മലബാർ ദേവസ്വം ബോർഡുകൾ ചേർന്ന് 5 ലക്ഷം രൂപ നൽകിയിരുന്നു. എന്നാൽ പരിക്ക് പറ്റിയവർക്ക് സഹായധനമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവർക്ക് ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയ സൗജന്യ ചികിത്സയും ലഭ്യമായില്ല. സംഭവത്തിൽ പരിക്ക് പറ്റിയവരിൽ 20ഓളം ആളുകൾക്ക് ഒരുപാട് നാളത്തെ വിശ്രമവും തുടർ ചികിത്സയും ആവശ്യമാണ്. പലർക്കും മാസങ്ങളോളം ജോലിക്ക് പോകാനും സാധിക്കില്ല. അതിനാൽ അർഹരായവർക്ക് മതിയായ ധനസഹായം നൽകണമെന്നാണ് BJPയുടെ ആവശ്യം. മണക്കുളങ്ങര ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കെല്ലാവർക്കും അറിയാം 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 20ൽ കൂടുതൽ ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കുറേ പേര് ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇവർ തന്നെ അറിയാൻ കഴിഞ്ഞത് ആശുപത്രിയിൽ നിന്നും വന്ന ആൾക്ക് തന്നെ വളരെ വലിയ ചിലവുകളും വലിയ 6 മാസമോ അതിൽ കൂടുതലോ ചികിത്സയോ അല്ലെങ്കിൽ റെസ്റ്റോ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർക്കൊന്നും തന്നെ നിലവിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് അടിയന്തരമായ ധനസഹായം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഇത്തരം അവസ്ഥയിൽ ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുകളാണ് ഇനി വരാൻ പോകുന്നത്. പല ആളുകളും തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തന്നെ ഇനി പണിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണുള്ളത്. ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിച്ചതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി വനംവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. മതമിളകാൻ സാധ്യതയുള്ള ആന എഴുന്നള്ളിച്ചു, ഇടയാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ആനയുടെ സമീപത്ത് പടക്കം പൊട്ടിച്ചു, ആനയുടെ ദൂരപരിധി ലംഘിച്ചു തുടങ്ങിയവ വീഴ്ചകളാണ്. ദേവസ്വം ബോർഡിനും ക്ഷേത്രത്തിനുമുണ്ടായ വീഴ്ച മൂലം സംഭവിച്ച അപകടത്തിൽ പരിക്കേറ്റവർക്ക് ധനസഹായം നൽകാതിരിക്കുന്നത് സാമാന്യനീതിയുടെ നിഷേധമാണെന്നാണ് BJP പറയുന്നത്. ജനം, കോഴിക്കോട്. എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ സംഭവത്തിൽ പൾസർ സുനിക്കെതിരെ കേസ്. കുറുപ്പമ്പടി പോലീസാണ് കേസെടുത്തത്. ഹോട്ടലിൽ ചില്ലു ഗ്ലാസുകൾ അഴിച്ചു തകർത്താനാണ് കേസ്. നടിയെ ആക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളിലാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, കർശന വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്നു. എന്താണ് സംഭവിച്ചത് പൾസർ സുനിയുടെ കാര്യത്തിൽ? വീണ, പൾസർ സുനി ഈ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങിയ ഘട്ടത്തിലും വലിയ തോതിലുള്ള പ്രശ്നക്കാരനായി മാറുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണിത്. കാരണം നേരത്തെയും പൾസർ സുനിക്കെതിരെ പല വിധത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം ഒറ്റപ്പെട്ട പരാതികളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുകളിലേക്കൊന്നും പോയിരുന്നില്ല. ഇതിനിടയിലാണ് ഒരു ഗൗരവമുള്ള കേസ്, അല്ലെങ്കിൽ ഹോട്ടലിലെത്തി അതിക്രമം നടത്തുന്നു, അവിടുത്തെ ചില്ല് ഗ്ലാസുകളടക്കം തല്ലി പൊളിക്കുന്നു, ഭക്ഷണം ലഭിക്കാൻ വൈകി എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത്. കൃത്യമായി തന്നെ ഒരു ഗുണ്ടാ സ്റ്റൈലിൽ ഉപയോഗിക്കാൻ പൾസർ സുനി ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ആളുകളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ഒരു കേസിൽ അകത്ത് കിടന്നിട്ടുള്ള ആളാണ് എന്നെല്ലാമുള്ള ഒരു ഭീഷണി സ്വരം പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇവിടെ ഹോട്ടൽ ഇന്ന് ഭക്ഷണം അല്പം വൈകിയതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കുന്നു. അവരെ കൊല്ലുമെന്ന ഭീഷണി അടക്കം ഉയർത്തിയതിന് ശേഷമാണ് പൾസർ സുനി മടങ്ങുന്നത്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കുറുപ്പംപൊടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ച കേസിൽ കർശനമായ ജാമ്യവ്യവസ്ഥകളാണ് ഉള്ളത്. മറ്റ് കേസുകളിൽ ഉൾപ്പെടരുത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ജാമ്യവ്യവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായും പാലിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ നിശ്ചിത സമയങ്ങളിൽ ഹാജരാകണം എന്നതടക്കമുള്ള ജാമ്യവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിലേതെങ്കിലും പാലിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ലംഘിച്ചു കഴിഞ്ഞാൽ ജാമ്യം നിലനിൽക്കില്ല, തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. ഏറെക്കാലം ജയിലിൽ കിടന്നു, നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി, സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടാണ് ഏറ്റവും ഒടുവിൽ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അത് വിചാരണ കോടതി തന്നെ ഒരു തീരുമാനത്തിലേക്ക് കോടതി വിട്ടു. അങ്ങനെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച് തിരിച്ചു വന്ന ഘട്ടത്തിൽ പോലും പൾസർ സുനിയുടെ ഒരു ആർഭാട ജീവിതവും വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയെല്ലാം ചെയ്തിരുന്നു. പുറത്തുനിന്ന് പല ആളുകളിൽ നിന്നും വലിയ സാമ്പത്തിക സഹായങ്ങൾ പൾസർ സുനിക്ക് ലഭിക്കുന്നുണ്ട്. പൾസർ സുനിക്ക് പിന്നിൽ വലിയ ഒരു സംഘം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ബലമുള്ള ആളുകൾ തന്നെ ഉണ്ട് എന്നെല്ലാം തന്നെ വ്യക്തമാകുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം പൾസർ സുനി നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ് പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ശരി ജിജീഷ്. ഇടുക്കിയിൽ നടന്നത് വൻ പാറഖനനം. അനധികൃത ഖനനം നടത്തിയതിന് നേരത്തെയും ലക്ഷങ്ങൾ പിഴ ലഭിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ. ഇവർക്ക് വീണ്ടും പിഴ ചുമത്താൻ ഇടുക്കി ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. ഇടുക്കി താലൂക്കിൽ മാത്രം 3 വൻതോതിൽ അനധികൃത പാറഖനനം നടന്നു എന്നാണ് കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘത്തിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയത്.
ഇടുക്കി താലൂക്കിലെ ഉപ്പുതോട് തങ്കുമണി വില്ലേജുകളിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് 3ഇടങ്ങളിൽ അനധികൃത പാറഖനനം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. വിമലഗിരി സ്വദേശി ഉണ്ണികൃഷ്ണൻ കാവനാൽ, ഉപ്പുതോട് സ്വദേശി മേരി ജോൺ എന്നിവരാണ് ഇതിന് പിന്നിലെന്നാണ് വിവരം. മുമ്പ് അനധികൃത ഖനനം നടത്തിയതിന് പിഴ ചുമത്തപ്പെട്ടവരാണ് ഇരുവരും. ഉണ്ണികൃഷ്ണന് 32 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരുന്നത്. ഇയാൾ 11,980 മെട്രിക് ടൺ പാറ പൊട്ടിച്ച് കടത്തിയെന്ന് തെളിഞ്ഞതിന് പിന്നാലെയായിരുന്നു നടപടി. മേരി ജോണിന് 27 ലക്ഷം രൂപയും പിഴ ചുമത്തിയിരുന്നു. പിഴയൊടുക്കാതെ ഇരുവരും അനധികൃത ഖനനം തുടരുകയായിരുന്നു. ഇരുവർക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട്സ് നമ്മൾ നടപടി എടുക്കാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ എല്ലാ തരത്തിലുള്ള ഇല്ലീഗൽ ക്വാറിങ്, ഇല്ലീഗൽ മൈനിങ്, നോട്ട് ജസ്റ്റ് ഗ്രാനൈറ്റ്, ഇങ്ങനെ നമ്മൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സിന്റെ പുറകിലും മാറി ഇങ്ങനെ നടക്കുന്ന എല്ലാ സ്ഥലത്തിലും നമ്മൾ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. സോ നമ്മൾ മൊത്തം ടീമും ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു നടപടിയായിരിക്കും. ഉണ്ണികൃഷ്ണനും മേരി ജോണിനുമെതിരെ കഴിഞ്ഞ ഒക്ടോബറിൽ കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി എടുത്തിരുന്നില്ല. ഇവർക്ക് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മരുമകനുമായുള്ള ബന്ധവും സംഘം അന്വേഷിക്കുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളെ സ്വാധീനിച്ച് ക്വാറി മാഫിയ പുരയിടങ്ങളിൽ നിന്നും പാറ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുന്നു. കുത്തകപ്പാട്ട ഏലത്തോട്ടങ്ങളിൽ നിന്നും പാറഖനനം നടന്നു. അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഈ മേഖലകളിലെല്ലാം പരിശോധന നടത്തും. ജനം, ഇടുക്കി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ മുൻ RTO TM ജേഴ്സന്റെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ച് വിജിലൻസ്. രജിസ്ട്രേഷൻ IG-ക്ക് വിജിലൻസ് കത്ത് നൽകി. ജേഴ്സന്റെയും കൂട്ടുപ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ജേഴ്സനെതിരെ വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, TM ജേഴ്സൺ ഇവിടെ നിൽക്കുമ്പോൾ ഈ RTO എന്ന നിലയിൽ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല നിന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ കൈക്കൂലിക്കാരനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നിരവധി പരാതികളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൽ ലഭിക്കുന്നത്. കാരണം എന്തെങ്കിലും ഇത്തരം അഴിമതിക്കാർക്കെതിരെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ കൈമാറാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് ചില നമ്പറുകൾ പുറത്ത് വിട്ടിരുന്നു, ഫോൺ നമ്പറുകൾ പുറത്ത് നൽകിയിരുന്നു. ആ നമ്പറുകളിലേക്കുള്ള കോളുകളായിട്ടാണ് പ്രധാനമായും ജേഴ്സനെതിരായ പരാതികൾ ഉയരുന്നത്. തങ്ങളിൽ നിന്നും ജേഴ്സൺ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് ബസ് ഉടമകൾ അടക്കമുള്ള ആളുകളാണ് പരാതി പറയുന്നത്. നിലവിൽ ബസ് റൂട്ടിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടി 5000 രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ 5000 രൂപയും മദ്യക്കുപ്പികളും കൈക്കൂലിയായി ഇടനിലക്കാർ വഴി വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു TM ജേഴ്സൺ എറണാകുളം RTO പിടിയിലാകുന്നത്. ആദ്യം ഈ ഏജന്റുമാരെ പിടിച്ചു, പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ജേഴ്സന് വേണ്ടിയാണ് എന്ന് വ്യക്തമായത്. അങ്ങനെ ജേഴ്സന്റെ വീട്ടിൽ അന്വേഷണ സംഘം, വിജിലൻസ് സംഘം പരിശോധന നടത്തിയപ്പോൾ ആയിരക്കണക്കിന് വിലയുള്ള മദ്യത്തിന്റെ കുപ്പികളും പാക്കറ്റുകളുമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. പലപ്പോഴും കൈക്കൂലിക്കൊപ്പം മദ്യവും വേണമെന്ന് ഒരു നിർബന്ധം ജേഴ്സൺ പറഞ്ഞിരുന്നു ഈ വാങ്ങുന്ന ആളുകളോടും. മാത്രമല്ല ഈ ഏജന്റുമാരോടും കൈക്കൂലിയായി വാങ്ങുമ്പോൾ അവരോട് മദ്യം കൂടി ചോദിച്ച് വാങ്ങണമെന്നെല്ലാം പറയുകയും ചെയ്തു. സമാനമായ രീതിയിൽ തങ്ങളിൽ നിന്നും 5000-ഉം 10000 രൂപയും എല്ലാം തന്നെ കൈക്കൂലി വാങ്ങി എന്നാണ് മറ്റു ചില ബസ് ഉടമകളും ഇതേ രീതിയിൽ തന്നെ ബസ് റൂട്ടിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയും പെർമിറ്റ് മാറ്റി നൽകുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ ജേഴ്സന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ ലഭിക്കുമാകുമെന്ന അപേക്ഷകൾ പോലും, പരിഗണിക്കാവുന്ന അപേക്ഷകൾ പോലും വച്ചു നീട്ടിക്കൊണ്ടായിരുന്നു ജേഴ്സൺ അതിനുള്ള ഒരു കൈക്കൂലിക്കുള്ള അവസരമാക്കി മാറ്റിയിരുന്നത് എന്ന കാര്യവും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരാതികളിലേക്ക് അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെയാണ് ജേഴ്സന്റെ അനധികൃത സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷണം നടത്തിയപ്പോൾ തന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് ജേഴ്സൺ സ്വന്തമാക്കിയതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഭൂമിയും മറ്റു വസ്തുവകകളും എല്ലാം തന്നെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് നിലവിൽ ജേഴ്സൺ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജേഴ്സന് കിട്ടുന്ന ശമ്പളത്തിന്റെ ആനുപാതികമായ ഒരു വരവിന് കണക്കായ സ്വത്തുക്കളായിരുന്നില്ല ജേഴ്സൺ സമ്പാദിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി തന്നെ എവിടെയെല്ലാമാണ് ജേഴ്സൺ എന്ന വ്യക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ആളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പേരിൽ സ്വത്തുവിവരങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ IG-ക്ക് വിജിലൻസ് കത്ത് നൽകിയിട്ടുള്ളത്. മാത്രമല്ല റെയ്ഡിൽ പിടിച്ചെടുത്ത വിവരങ്ങളുടെയും രേഖകളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മറ്റു ചില ഭാഗങ്ങളിൽ സ്വത്തുക്കൾ ഉള്ളതിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് സംഘത്തിന് ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഈ ബസ് ഉടമകളുടെ പരാതികൾ മാത്രമല്ല മറ്റു ചില പരാതികളും ജേഴ്സനെതിരെ ലഭിക്കുന്നുണ്ട്. അത് പ്രധാനമായും ചില വ്യവസായ സംരംഭങ്ങളിൽ
പങ്കാളികളാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടക്കം ജെർസൺ തട്ടിപ്പ് നടത്തിയെന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവ സംരംഭകൻ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്ത് വന്നു. തൻ്റെ 75 ലക്ഷം രൂപയാണ് ജെർസനും ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനത്തിന് വേണ്ടി തട്ടിയെടുത്തത്. എറണാകുളം നോർത്തിൽ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 75 ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റോക്ക് താൻ അവിടെ എത്തിച്ച് നൽകി. ആ സ്റ്റോക്കിനുള്ള പണം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ കേസിൽ കൊടുക്കും, കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ജെർസൺ ചെയ്തത് എന്ന കാര്യം ഈ യുവ സംരംഭകൻ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ ഒരു ഭാഗത്ത് വരുന്നു. ഇതിനിടയിലാണ് സ്വത്തുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നത്. മാത്രമല്ല വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് നൽകാൻ എന്ന് പറഞ്ഞ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ തുക 15 ലക്ഷം രൂപ വരെ മാസം ജെർസൺ പിരിച്ചിരുന്നതായ ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ശരി ജിജീഷ്. തപസ്യ കലാവേദി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 32ാമത് വാർഷികാഘോഷം മുംബൈ വസായി വെസ്റ്റിലെ അയ്യപ്പ ക്ഷേത്ര ഹാളിൽ നടന്നു. ശനിയാഴ്ച നടന്ന വാർഷികാഘോഷത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 9 വയസ്സുകാരനായ കാവിൽ കീർത്തിക് നായരും സംഘവും അവതരിപ്പിച്ച തായമ്പക, മനോജ് നായരുടെ നേതൃത്വത്തിൽ തപസ്യ ടീം അവതരിപ്പിച്ച നാടൻപാട്ട് തുടങ്ങിയവ ശ്രദ്ധേയമായി. സാംസ്കാരിക സമ്മേളനം കൈലാസ് കുർക്കുട്ടെ ഉദ്ഘാടനം ചെയ്തു. തപസ്യയുടെ സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളെ കൈലാസ് കുർക്കുട്ടെ ഭദ്ര അഭിനന്ദിച്ചു. വസായി മണിക്പൂർ ജില്ലാ പരിഷത്ത് സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയങ്ക അങ്കർക്കെ, മുംബൈ മഹാനഗർ കാര്യകാരിണി സദസ്യൻ ശശി ടി, ശ്രീ അയ്യപ്പ സേവാ സമിതി പ്രസിഡന്റ് PS രാജൻ, തപസ്യ രക്ഷാധികാരി രവികുമാർ പിള്ള എന്നിവരും പങ്കെടുത്തു. തട്ടിപ്പിന് നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞവുമില്ല. മലയാളികൾ അതിന് നിന്നു കൊടുക്കുകയും ചെയ്യും. ദിവസം ഓരോ തട്ടിപ്പ് ഇങ്ങനെ പുറത്തു വന്നു, ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ. ഇതിപ്പോൾ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പാണ്. അത് പക്ഷേ നമ്മൾ ഒരു ജുവല്ലറിയായി തന്നെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ച് ആ നിക്ഷേപത്തിൽ പങ്കാളികളാകാറുണ്ട്. പക്ഷേ അത് തട്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ആതിര ഗോൾഡ് ഉടമകൾക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ 100 കണക്കിന് പരാതികളാണ് ഇന്നലെ മാത്രം ലഭിച്ചത്. തട്ടിപ്പിന് ഇരയായവരിലേറെയും സ്ത്രീകളുമാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഈ ആതിര ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൽ ഇപ്പോൾ കൂടുതൽ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പരാതിക്കാരുണ്ട്, അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? വീണ, നിഖിൽ, വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഈ ആതിര ജ്വല്ലറി തട്ടിപ്പ് എന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മറ്റു പല പ്രമാദമായ സാമ്പത്തിക തട്ടിപ്പുകൾക്കും തുല്യമായി തന്നെ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ആതിര ജ്വല്ലറി ഉടമകളും ഈ അറസ്റ്റിലായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്നലെ മാത്രം 100 കണക്കിന് പരാതികളാണ് ആതിര ഗ്രൂപ്പിനെതിരെ പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ സ്വർണ്ണ പണയം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ് മാത്രമല്ല, സ്വർണ്ണ പണയം എടുത്തുള്ള തട്ടിപ്പുകളെല്ലാം, സ്വർണ്ണ നിക്ഷേപം സ്വീകരിച്ചുള്ള തട്ടിപ്പ്, ഇതെല്ലാം തന്നെയാണ് ഇവർ നടത്തിയിട്ടുള്ളത് പല ഭാഗങ്ങളിൽ നിന്ന്. സാധാരണക്കാരായ ആളുകളാണ് ഇതിലെല്ലാം തന്നെ. മാത്രമല്ല സ്ത്രീകളാണ് പലപ്പോഴും അവരുടെ ഒരു സമ്പാദ്യ മാർഗം എന്ന നിലയിലാണ് അവർ ഈ ആതിര ജ്വല്ലറി പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കണ്ടിരുന്നത്. അങ്ങനെ ഉള്ളതെല്ലാം പെറുക്കി അവരുടെ നിക്ഷേപങ്ങളായി നൽകുന്നു. അതിന് പലപ്പോഴും പല മടങ്ങ് ലാഭം കൂടി വാഗ്ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ അതിൻ്റെ ഇരകളായി മാറുന്നു. അത് വിശ്വസിച്ച് കബളിപ്പിക്കപ്പെടുന്നു. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇന്നലെ മാത്രം വൈപ്പിൻ മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ പരാതിയുമായി രംഗത്തെത്തി. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ സ്വരൂകൂട്ടിയ പണം മുഴുവൻ ഇത്തരത്തിൽ ഈ ആതിര ജ്വല്ലറിയിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയി. ആ പണമാണ് പിന്നീട് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ യാതൊരു വിവരവുമില്ല. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ജനുവരി മാസത്തിൽ പോലും പണമടച്ച ആളുകളുണ്ട്. ആ പണമടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഇത് പൂട്ടിപ്പോകുന്നു സ്ഥാപനം എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം 115 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക ബാധ്യത ഇവർ വരുത്തി വച്ചിരുന്നു. എന്നാൽ 70 കോടിയിലധികം രൂപയുടെ ആസ്തി മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ബാങ്ക് നടപടികൾ ആരംഭിച്ചു, ജപ്തി നടപടികൾ ആരംഭിച്ചു, സ്വത്തുവകകൾ പിടിച്ചെടുക്കുന്ന നടപടികളിലേക്കെല്ലാം കടന്നു. അതോടുകൂടി തന്നെ പൂർണ്ണമായും തന്നെ ഈ ഒരു പ്രസ്ഥാനം തകർന്നു. തട്ടിപ്പിന്റെ ആദ്യഘട്ടം അവിടെ അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഉടമകൾ പറഞ്ഞിരുന്നത് എല്ലാവർക്കും പണം തിരികെ നൽകും, നിങ്ങൾ പരാതികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരികെ പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നേരത്തെ പാതിവില തട്ടിപ്പിലെല്ലാം അനന്തകൃഷ്ണൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും ആ ഉടമകൾ പങ്കുവച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കേസുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ അവർ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ പരാതികൾ നൽകിയാൽ ഈ പണം സ്വരൂപിച്ച് തിരികെ നിങ്ങൾക്ക് തന്നെ നൽകാൻ ഞങ്ങൾക്ക് കഴിയാതെ വരും, വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്കാണ് എത്തിക്കുക എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ
പലരും പരാതി ഇപ്പോഴും നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ 1 കോടിയും 1.25 കോടി രൂപയും എല്ലാം നഷ്ടപ്പെട്ട ചില ആളുകളാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അടക്കം പരാതിയുമായി രംഗത്ത് വന്നത്. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലാണ് ആതിര ജ്വല്ലറി എന്ന പേരിൽ ഒരു സംരംഭം നടത്തിയിരുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരവധി മറ്റ് ഫർണിച്ചർ ബിസിനസ് അടക്കം ഇവർക്ക് ഉണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായും നടന്നു പോയിരുന്ന ഒരു സംരംഭം എന്ന് പറയുന്നത് ആതിര ജ്വല്ലറി ഹൈക്കോടതി ജംഗ്ഷനിലാണ്. അവിടെ അടക്കം അത് പൂട്ടിക്കിടക്കുന്നു. ആളുകൾ നിക്ഷേപകർ അവിടെ ദിനംപ്രതിയോണം എന്ന് വന്നു പോകുന്നു. അവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി പോലും നൽകാൻ ആരും തന്നെ തയ്യാറല്ല. ജീവനക്കാരെ പോലും കബളിപ്പിച്ചു എന്നാണ് അതിലുള്ള ജീവനക്കാർ, ആതിരയിലെ ജീവനക്കാർ പറയുന്നത്. തങ്ങളെയും കബളിപ്പിച്ചു, ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമാക്കി മാറ്റി. തങ്ങൾ ഇവരെ വിശ്വസിച്ചാണ് നിരവധി ആളുകളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കിയത് എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കൂടുതൽ പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇവർ റിമാൻഡിലാണുള്ളത്. പ്രതികളെല്ലാം തന്നെ RJ ആന്റണി, ഒപ്പം തന്നെ ജോൺസൺ, ജോബി, ജോസഫ് എന്നിവരാണ്. സഹോദരങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്, ഈ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ പണം തിരികെ നൽകിയും സ്വർണം തിരികെ നൽകിയും എല്ലാം തന്നെ വിശ്വാസം ആർജിച്ച ശേഷം ഏറ്റവും ഒടുവിൽ വലിയൊരു തുകയുമായി മുങ്ങുക എന്ന പതിവ് സ്വർണ്ണ തട്ടിപ്പുകാരുടെ രീതി തന്നെയായിരുന്നു ഇവരും അവലംബിച്ചിരുന്നത്. ഗതാഗത നിയമലംഘനം നടത്തിയ പോലീസുകാർ പിഴ അടയ്ക്കണമെന്ന കർശന നിർദ്ദേശവുമായി വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി. നിയമലംഘനം നടത്തുന്ന പോലീസുകാർ പിഴ അടയ്ക്കുന്നില്ല എന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് DGP മുന്നറിയിപ്പ് നൽകിയത്. പിഴ അടച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും DGP പോലീസ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഗതാഗത നിയമങ്ങൾ അത് ലംഘനം നടത്തിയ പോലീസുകാർ അവരും പിഴ അടയ്ക്കണം എന്ന കർശനമായ നിർദ്ദേശം പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നിഖിൽ, നിയമലംഘനങ്ങൾ പോലീസുകാർക്കിടയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് DGP ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതുപോലൊരു നിർദ്ദേശം DGP പറഞ്ഞിരുന്നു. ഉത്തരവായി തന്നെ DGP ഇത് ഇറക്കിയിരുന്നു. ഇപ്പോൾ വാർഷിക അവലോകന യോഗത്തിലാണ് DGP ഇങ്ങനെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസ് മേധാവികൾക്ക്, സംസ്ഥാന പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് DGPക്ക് ലഭിച്ച പരാതിയിൽ തുടർന്നാണ് ഇങ്ങനൊരു നടപടി. അവർ പറഞ്ഞതനുസരിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്ന പോലീസുകാരിൽ വർധനമുണ്ട്. അതുപോലെ തന്നെ ഇവർ പിഴ അടയ്ക്കുന്നില്ല എന്നൊരു കാര്യം കൂടി മോട്ടോർ വാഹന വകുപ്പ് DGPക്ക് മുന്നിൽ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് DGP സംസ്ഥാന പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത്. ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിലുള്ള പോലീസുകാരാണ് നിയമലംഘനം നടത്തിയിട്ടും പിഴ അടയ്ക്കാതെ ഇരിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് DGPക്ക് കൈമാറണം എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നത്. AI ക്യാമറകൾ വന്നതിന് ശേഷം നിയമലംഘനങ്ങൾ എല്ലാം സത്യസന്ധമായി പുറത്തു വരുന്നു എന്നൊരു കാര്യം കൂടി നമ്മളിപ്പോൾ നോക്കേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ പാലിക്കേണ്ട പോലീസുകാർ തന്നെ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പോലീസിന് മുന്നിൽ തന്നെ അതൊരു ചോദ്യചിഹ്നമായി സാധാരണ ജനങ്ങൾ തന്നെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് DGP ഇങ്ങനൊരു നിർദ്ദേശം മറ്റു പോലീസുകാർക്ക് നൽകിയിരിക്കുന്നത്. എന്തുവന്നാലും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പോലീസുകാർ ശ്രദ്ധിക്കുക, നിയമലംഘനങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ അങ്ങനെ എങ്ങാനും അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായി തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് പിഴ അടയ്ക്കുക എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക അവലോകന യോഗത്തിൽ DGP പറഞ്ഞിരിക്കുന്നത്. എന്തു വന്നാലും തങ്ങൾ ചെയ്യുന്ന ജോലിയോട് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി DGP മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പോലീസുകാർ മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥരും എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും ഇങ്ങനെ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ഇവരെല്ലാവരും സാധാരണ ജനങ്ങൾക്ക് ഒരു മാതൃകയായി നിൽക്കേണ്ട വ്യക്തികളാണ്. ഈ വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യം നിയമലംഘനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.
നിയമലംഘനങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് കർശനമായി അതിന് പിഴ നൽകിക്കൊണ്ടും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പിഴ അടച്ചുകൊണ്ടും ബാക്കിയുള്ളവർക്കൊരു മാതൃക നൽകുക എന്നൊരു കാര്യമാണ് ഇവിടെ DGP ഊന്നി പറയുന്നത്. മേധാവികളോട് ഈ മാസം തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടിയാണ് DGP ഇപ്പോൾ ഉത്തരവിൽ തന്റെ പോലീസുകാർക്കുള്ള ഉത്തരവിൽ പറയുന്നത്. നിഖിൽ. ശരി ശ്രീനന്ദ. ഈ തെലങ്കാന തുരങ്ക ദുരന്തത്തിൽ രക്ഷാദൗത്യം ദുഷ്കരമാകുന്നു. തുരങ്കത്തിൽ ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വെള്ളം മാറ്റുന്ന പ്രവൃത്തി തുടരുകയാണ്. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൺ, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണോ? വിവരങ്ങൾ എന്താണ്? വീണ, നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുന്നതെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ കാര്യമായ ഈ ടണലുകൾ സ്വാഭാവികമായും ഈ തുരങ്കങ്ങൾ ഉണ്ടാവുക വലിയ പാറയിടുക്കുകളിലും മലകൾക്കിടയിലുമാകുമ്പോൾ തന്നെ അവിടെ നിന്ന് കാര്യമായ വെള്ളത്തിൻ്റെ ഒരു ചോർച്ച അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വെള്ളം ശക്തമായി അതിനുള്ളിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 200 മീറ്ററോളം അകത്തേക്ക് ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ വെള്ളം തുടർച്ചയായി വീഴുകയാണെങ്കിൽ, വെള്ളം ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ ടണലിൻ്റെ മുകൾ വശത്തും അതുപോലെ തന്നെ വശങ്ങളിലുമുള്ള മണ്ണിടിയാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. 8 പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 50ഓളം പേരുടെ ഒരു ടീം പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായാണ് 8 പേർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. വൻ ശബ്ദത്തോടെ ടണൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 2 രീതിയിലുള്ള 2 or 3 രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പലതരത്തിൽ, അത് മുകളിൽ നിന്നും 2 വശങ്ങളിൽ നിന്നും ടണൽ സെപ്പറേറ്റ് ടണലുകൾ ബോർ ചെയ്യാനുള്ള സംവിധാനം പരിശോധിക്കുന്നുണ്ട്. നാവികസേനയുടെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും അതുപോലെ അനുബന്ധ സേനകളുടെയും NDRFിൻ്റെയും SDRFിൻ്റെയും സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിൽ ഏറ്റവും വലിയൊരു സങ്കീർണത എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി ഓക്സിജൻ ലഭ്യമാവുക, അല്ലെങ്കിൽ പ്രാണവായു ലഭ്യമാവുക ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് എന്നാണ്. അതിനുള്ള നീക്കങ്ങൾ പ്രധാനമായും നടക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളത്തിനുള്ളിലൂടെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അത് സാധ്യമാകുമോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വെള്ളം വറ്റിക്കാതെ അതിനകത്തേക്കുള്ള യാത്ര പ്രായോഗികവുമല്ല എന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വീണ്ടും അതിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് രീതിയിലാണ് ഇതിനകത്തേക്ക് കടന്നെത്താൻ പറ്റുക എന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇലക്ട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം പിന്നിടാനുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചതിന് ശേഷം നേരിട്ട് അതിനകത്തേക്ക് വെള്ളം പുറത്തേക്ക് തള്ളിയതിന് ശേഷം സാധ്യമായ രീതിയിൽ അതിനകത്തേക്ക് എത്തിയവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ. ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിന് സമീപമുള്ള പ്രസിദ്ധമായ ആറാട്ടുകടവിൽ ആരതി സമർപ്പിച്ച് ഭക്തർ. ചെങ്കൽ ശിവക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ആരതിയും നദീപൂജയും ദർശിക്കാൻ നിരവധി ഭക്തർ കടവിലെത്തി. ഗംഗാനദിയിലെ ജല ആരതി പവിത്രമായ ചടങ്ങാണ്. തലസ്ഥാനവാസികൾക്കും ഈ പവിത്രമായ ചടങ്ങ് നേരിൽ കാണാനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. ചെങ്കൽ ശിവക്ഷേത്രത്തിന് സമീപത്തായുള്ള കാഞ്ഞിരമൂട് ആറാട്ടുകടവിലും ആരതിയും നദീപൂജയും നടത്തി. ചെങ്കൽ ശിവക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ആരതിയിൽ 101 ആചാര്യന്മാർ പങ്കെടുത്തു. ഏറെ പ്രസിദ്ധമായ കടവാണ് കാഞ്ഞിരമൂട് ആറാട്ടുകടവെന്ന് മഹേശ്വരാനന്ദ സരസ്വതി സ്വാമി പറയുന്നു. ഈ നദിയുടെ ഉത്ഭവം അഗസ്ത്യാർ കൂടത്തിൽ നിന്നാണ്. അഗസ്ത്യ മുനി ഇരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം. ഇതിൽ കല്ലാർ മുല്ലയാർ എന്ന് പറയുന്ന 2 ആറ് കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ ത്രിവേണി സംഗമം പോലെയാണ് ഇത് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. അഗസ്ത്യാർ മുനി ഇരുന്ന സ്ഥലത്ത് നമ്മുടെ ദേവഋഷികളിൽ ഒരാളായ അത്രി മഹർഷി അദ്ദേഹത്തിനെ കാണാൻ പോയി. അത്രി മഹർഷി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ
അദ്ദേഹം നദിയിലിറങ്ങി ദേഹശുദ്ധി ചെയ്യാനായിട്ട് ഇങ്ങനെ കോരി ദേഹമൊക്കെ കഴിയും വെള്ളം. പക്ഷെ അത് വെള്ളമായിരുന്നില്ല, നെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വന്നു. അപ്പോൾ ഈ നദിയിൽ പിന്നെ നെയ്യുടെ സാന്നിധ്യം ഇല്ലാതാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. അങ്ങനെയാണ് ആ നെയ്യ് ഒഴുക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പവിത്രമായ നദിയാണത്. അതിൽ ഇങ്ങനെ നമുക്കൊരു ആരതി ചെയ്യണം എന്ന് വിചാരിച്ചു. ഇനി വരും കാലങ്ങളിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കും എന്ന് വിചാരിക്കുന്നു. ഭക്തി നിർഭരമായ ആരതിയും നദീപൂജയും ദർശിക്കാൻ നിരവധി ഭക്തർ കടവിലെത്തി. ജനം TV മാനേജിംഗ് ഡയറക്ടർ S. രാജശേഖരൻ നായർ, നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. ഡാൻ ബോഗിനോയെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US സീക്രട്ട് സർവീസ് ഏജന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിരൂപകൻ, റേഡിയോ അവതാരകൻ, എഴുത്തുകാരൻ എന്നീ നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്. ഡാനിന്റെ നിയമന വാർത്ത ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെയാണ് പങ്കുവച്ചത്. പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ സെമിയിൽ. ഇന്നലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാക് ആവേശപ്പോരാണ് നടന്നത്, അല്ലേ? ആവേശപ്പോരിനൊടുവിലാണ് ഇന്ത്യക്ക് വിജയം. അത് ഇന്ത്യയുടെ വിജയം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അത് പാകിസ്ഥാനെതിരെയാണെങ്കിൽ ആവേശം കൂടും. അതെ, തീർച്ചയായിട്ടും. ദുബായിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം ഇന്ത്യൻ പ്രേക്ഷകർ എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം, ഇന്ത്യൻ കായിക പ്രേമികൾ എത്രത്തോളം ഉണ്ടാകും. ഇന്നലെ ഷിൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയാവുന്ന രീതിയിൽ ആയിരുന്നു ഈ ഒരു സ്റ്റേഡിയം മൊത്തമായി ഉണ്ടായിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വിജയം, അത് നേരത്തെ വീണ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ അത് ഇരട്ടി മധുരമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി, അതും എടുത്തു പറയേണ്ടതാണ്. കാരണം കോഹ്ലി ചാമ്പ്യൻസ് ട്രോഫിയിൽ എനിക്ക് തോന്നുന്നു സച്ചിന് പോലും നേടാൻ കഴിയാത്ത ഒരു വിജയമാണ് കോഹ്ലിയുടെ സെഞ്ചുറി. അതെ, അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കോഹ്ലിയുടെ അന്താരാഷ്ട്ര കരിയറിലെ 82ാമത്തെ സെഞ്ചുറിയാണ്. അത് സച്ചിനേക്കാൾ താഴെയാണെങ്കിലും ആദ്യമായി ഏകദിനത്തിൽ 51 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന ആദ്യ താരം എന്ന നേട്ടം, അത് സച്ചിനേക്കാൾ മുകളിൽ ആ ഒരു നേട്ടം എന്തായാലും വിരാട് കോഹ്ലി കൈവരിച്ചിട്ടുണ്ട്. ചില സമയത്ത് ചില കളികളൊക്കെ കഴിയുമ്പോൾ ഇതുപോലുള്ള ചില റെക്കോർഡുകൾ വരാറുണ്ടല്ലോ. അത് ആദ്യമായി നേടുന്നത്, ആദ്യമായി അവിടെ നേടുന്നത്. അതെ, അല്ല, കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് 14,000 റൺസ് എന്ന ആ ഒരു നേട്ടത്തിന് ഇനിയും വിരാട് കോഹ്ലിയുടെ മുമ്പിലുള്ളത് കുമാർ സംഗക്കാരയും സച്ചിൻ തെണ്ടുൽക്കറും മാത്രമാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആ ഒരു താരങ്ങളുടെ പട്ടികയിൽ. ഇനി വിരാട് കോഹ്ലിയുടെ മുമ്പിലുള്ളത് സച്ചിൻ തെണ്ടുൽക്കറും കുമാർ സംഗക്കാരയും, ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയും മാത്രമാണ്. കോഹ്ലി 14,000 റൺസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യ പാക് ഒരു മത്സരം നടക്കുമ്പോൾ അതിനെ വ്യക്തിപരമായി എടുക്കുക എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഉള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അത് ക്രിക്കറ്റിനെ വിലയിരുത്തേണ്ടതും, മാറി നിന്നൊരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ വിലയിരുത്തേണ്ടതും വളരെ ആവശ്യമാണ്. അങ്ങനെ നോക്കിയാൽ പോലും ഇന്നലെ ഇന്ത്യ അർഹിക്കുന്ന വിജയം തന്നെയായിരുന്നു. എന്തായാലും BCCI മാച്ച് റെഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നലത്തെ മത്സരം അത് അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരമായിരുന്നു. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും രണ്ട് നാണംകെട്ട തോൽവിയിലൂടെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയരാണ്, അതും ആലോചിക്കണം. ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാൻ ഇല്ലാതെ സെമി ഫൈനലിൽ കാണാതെ പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത. ടോസ് വളരെ നിർണായകമായിരുന്നു. എങ്കിലും ടോസ് പാകിസ്ഥാൻ അനുകൂലമാണെങ്കിലും ഇന്ത്യയുടെ ബൗളർമാർ, അത് എടുത്തു പറയേണ്ടത് കുൽദീപ് യാദവ്, ജഡേജ, ഹാർദിക് പാണ്ഡ്യനെ പരീക്ഷിച്ച ആ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യലായിട്ട് ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് നേടുന്നു. അപ്പൊ എല്ലാ രീതിയിലും ഒരു ചെറിയ ടോട്ടലിന് ദുബായിൽ തിങ്ങി നിറഞ്ഞ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു ആധികാരിക വിജയം. അത് കിങ് കോഹ്ലിയുടെ ആ സെഞ്ചുറിയും. ധാരാളം വിമർശനങ്ങൾ കോഹ്ലിനെ കുറിച്ച് ഉണ്ടായിരുന്നു. കാരണം കോഹ്ലി, രോഹിത് ശർമ്മ ഇവര് വിരമിക്കേണ്ട സമയമായി, പുതിയ താരങ്ങൾക്ക് അവസരം നൽകണം. പക്ഷെ അതെല്ലാം ഇന്നലെ കോഹ്ലിയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം 2 റൺസ് 3 റൺസ് ഒക്കെ ഓടിയെടുക്കുന്നത് കാണുമ്പോൾ ഒരു യങ്സ്റ്ററിന് കൂടെ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി ലെവൽ. അദ്ദേഹം ബൗണ്ടറി ലൈനിൽ എടുത്ത ക്യാച്ച്
അദ്ദേഹത്തിന്റെ ബാറ്റിംഗ്, പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഏറെ മുന്നിലാണ്. അപ്പോൾ ഒരു ഉജ്ജ്വല ഇന്നിങ്സ്, ആ ഇന്നിങ്സിന്റെ മികവ് പറയാതിരിക്കുക വയ്യ. അതിലൂടെ ഇന്ത്യ നേടിയ വിജയം, ഇന്ത്യ സെമി ഫൈനലിൽ വന്നിരിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും ഇന്നലെ ഇന്ത്യയുടെ ഒരു ദിവസമാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ പ്രത്യേകത. രംഗാധരൻ, മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ വിരാട് കോഹ്ലിയുടെ പ്രകടനം അത് പാകിസ്ഥാനെതിരെ വരുമ്പോൾ എനിക്കൊന്ന് പാകിസ്ഥാനെതിരെ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയ ഒരു താരം വിരാട് കോഹ്ലിയാണ്. അത് 2020-ലായിക്കോട്ടെ ഏകദിനത്തിലായിക്കോട്ടെ ഏത് ഫോർമാറ്റിലേക്ക് വരുമ്പോഴും പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ വിരാട് കോഹ്ലി പ്രത്യേകം, അതുവരെ ഫോമിലല്ലാതിരുന്ന കോഹ്ലി ആ ഒരു സമയത്ത് പ്രത്യേകമായി പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ ഫോമിലേക്ക് ഉയരുന്നൊരു കാഴ്ച, അത് വളരെ രസകരമായ ഒരു സംഭവം തന്നെയല്ലേ? വളരെ ശരിയാണ്. കാരണം അതായിരുന്ന എല്ലാ 120 കോടി ഭാരത ജനതയും ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു ഇന്നിങ്സ് ആണ്. അത് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു ഇന്നിങ്സിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. വളരെ നിർണായക ഘട്ടത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പക്ഷേ ഒരെൻഡ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ശ്രേയസ് അയ്യരായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, കൂടാതെ സെഞ്ചുറി നേടുന്നു. ഇതിലും മനോഹരമായിട്ടൊരു ഇന്നിങ്സ് എന്റെ ഓർമ്മയില് പാകിസ്ഥാനെതിരെ വേൾഡ് കപ്പിൽ, അത് ഓസ്ട്രേലിയയിൽ നടന്ന വേൾഡ് കപ്പിൽ ഇതേപോലൊരു ഇന്നിങ്സ്, അതിന് സമാനമായ രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ശൈലി. ഇന്നലെ ഓരോ ഷോട്ടുകളും നമ്മൾ വളരെ ആസ്വദിക്കുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ബോളർമാരെ അദ്ദേഹം നേരിടുന്ന ആ ശൈലി കാണുമ്പോൾ അനായാസം ബോളർമാരെല്ലാം ഒരു നിർവീര്യമാക്കുന്ന രീതിയിലുള്ള, പാകിസ്ഥാൻ ബോളർമാരെ ഒരു രീതിയിലും വിക്കറ്റ് കൊടുക്കാതെ അദ്ദേഹം ആ ഭാരതത്തിനെ വിജയത്തിലോട്ട് എത്തിക്കുന്ന ആ ഒരു ഇന്നിങ്സ്, അത് പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയാവുമ്പോൾ അതിന് ഇരട്ടി മധുരം എന്ന് വേണം പറയാനായിട്ട്. ഈ ഫീൽഡിങ്ങിന്റെ കാര്യവും കൂടി ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞ്, താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു എനർജി ലെവല് ഇന്ത്യൻ ടീമിന് വല്ലാത്ത രീതിയിൽ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അത് ഫീൽഡിൽ പ്രത്യേകിച്ച് പ്രകടവുമായിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഫീൽഡിംഗ് ആവട്ടെ എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതും ഇന്നത്തെ ആ കളിയിൽ നിന്ന് വ്യക്തമായതാണ്. അല്ല, പാകിസ്ഥാന്റെ ഫീൽഡിംഗ് മാത്രമല്ല, ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും എല്ലാ രീതിയിലും ഇന്നലെ അവര് ഒരു വൺ സൈഡഡ് ഗെയിം ആയിട്ട് മാറി എന്നുള്ളതാണ്. ടോസ് വിജയിച്ചപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു നല്ലൊരു തുടക്കം, പ്രത്യേകിച്ച് ബാബർ അസാമിന്റെ ഒരു ഇന്നിങ്സ്, അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മികച്ച ബോളിംഗ് ചേഞ്ച് ഹാർദിക് പാണ്ഡ്യനെ കൊണ്ടുപോയത് ബാബർ അസാമിന്റെ വിക്കറ്റ് നേടുന്നു. പിന്നെ തുടർച്ചയായിട്ടുള്ള വിക്കറ്റ് വീഴ്ച, പാകിസ്ഥാൻ ആപ്പാടെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ ക്യാപ്റ്റനും പുറത്താവുന്നു. എല്ലാ രീതിയിലും ഒരു കുറഞ്ഞ സ്കോറിലോട്ട് പാകിസ്ഥാൻ പുറത്താവുന്നു. പിന്നീട് കണ്ടത് അവരുടെ ഷാഹിൻ അഫ്രീദി എന്നുള്ള ആ ഫാസ്റ്റ് ബോളറിന്റെ വരവ്. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഇവിടെ നമ്മുടെ ക്ലബ് ക്രിക്കറ്റിന് കളിക്കുന്ന ഒരു ബോളറിനെ മാതിരിയാണ് തോന്നിയത്. മനോഹരമായിട്ടുള്ള അദ്ദേഹം അഫ്രീദിനെ നേരിട്ട രീതി, ആ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വരെ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു, കവറിലൂടെ മനോഹരമായിട്ട് ബൗണ്ടറി നേടുന്നു. അപ്പൊ ഇവിടെ കണ്ടത് പാകിസ്ഥാന്റെ നിർവീര്യമായിട്ടുള്ള ഒരു ബോളിംഗ് അറ്റാക്ക്. അതിലും പരിതാപകരമായിരുന്നു ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നത്. സമ്മർദ്ദത്തിന് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ താരങ്ങൾ അടിമപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. എങ്കിലും ഭാരതത്തിന്റെ ഈ വിജയം എന്നും എടുത്തു പറയേണ്ട ഒരു വിജയമാണ്, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി. രംഗാധരൻ, മറ്റൊരു കാര്യം കൂടി, അതായത് ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു പ്രകടനം, അത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടി, രണ്ടാം മത്സരത്തിൽ അത് അർദ്ധ സെഞ്ചുറിക്ക് അരികെ വീണു. എന്നിരുന്നാലും ഗില്ലിൻ്റെ ഒരു പ്രകടനം അത് ഇന്ത്യക്ക് നൽകുന്നൊരു പ്രതീക്ഷ. കാരണം വരാനിരിക്കുന്ന തലമുറ യുവതാരങ്ങളടക്കം ഇനി ടീമിലേക്ക് വരാൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാവിയും അതും ശക്തമല്ലേ? വളരെ ശരിയാണ്. ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോഴും ജയ്സ്വാളുടെ ടീമിലില്ല. ഏറ്റവും മികച്ച രീതിയിൽ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആയിട്ടുള്ള, ഓപ്പണിംഗ് ബാറ്റർ ആയിട്ടുള്ള ജയ്സ്വാൾ കളിക്കുന്ന ടീമിലില്ല. പക്ഷെ ശുഭ്മാൻ ഗില്ലിന്റെ ആ ഒരു ഇന്നിങ്സ്, അദ്ദേഹം ഒരു റൺ ഗ്രാഫ്റ്ററാണ്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിലും ഞാൻ ഏതോ ഒരു ചാനലിൽ ഇത് പറയുണ്ടായി. കാരണം രോഹിത് ശർമ്മ ആദ്യത്തെ പവർ പ്ലേയിൽ ഉജ്ജ്വലമായിട്ട് ഫോമിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത് ബാറ്റ് ചെയ്യുന്നു. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരെൻഡില് ഇത്ര മനോഹരമായിട്ട് ബാറ്റ് ചെയ്യാൻ, അതായത് സിംഗിൾ ആയാലും ഡബിൾ ആയാലും അല്ലെങ്കിൽ ബൗണ്ടറി ആയാലും നേടാൻ കഴിവുള്ള ഒരു താരം ഇന്നലെ നമ്മൾ കണ്ടതാണ്. വിരാട് കോഹ്ലിയുമായിട്ട് ചേർന്ന് ആ കൂട്ടുകെട്ട്, രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം ശുഭ്മാൻ ഗില്ല് വളരെ എഫക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് അഫ്രീദിയുടെ ആ ബോളിങ്ങിനെ നിർവീര്യമാക്കുന്ന രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ആ ക്ലാസ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹം ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ച വീണ്ടും അടുത്തൊരു സെഞ്ചുറി നേടുന്നുള്ളതാണ്. പക്ഷെ അത് വിരാട് കോഹ്ലി അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യയെ വിജയത്തിലോട്ട് എത്തിച്ചു. ഒരു കാര്യം കൂടി, അതായത് പാകിസ്ഥാൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി, അതിൽ ഇന്ത്യയുടെ മത്സരം മാത്രമാണ് ദുബായിലുള്ളത്. ബാക്കി പൂർണ്ണമായും പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ്, ആ ടൂർണമെൻറ്റിൽ സെമി പോലും കാണാതെ പുറത്തായി ഒരു നാണംകെട്ട അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിയിരിക്കുന്നത്.
വളരെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭാരതത്തിനെതിരെ സ്വന്തം ആതിഥേയരായിട്ടുള്ളവർക്ക് കളിക്കാൻ പാകിസ്ഥാനിൽ പറ്റിയില്ല. അതും ഒരു ന്യൂട്രൽ വെന്യൂ ആയിട്ടുള്ള ദുബായിൽ കളിക്കുന്നു, അവിടെയും പരാജയപ്പെടുന്നു. അപ്പോ ന്യൂസിലാൻഡിനെതിരെ വളരെ ദയനീയമായിട്ട് സ്വന്തം രാജ്യത്ത്, അതായത് പാകിസ്ഥാനില് പരാജയപ്പെട്ടതിന് ശേഷം അവര് മടങ്ങി ദുബായിൽ വരുന്നു. അപ്പൊ രണ്ട് സ്ഥലത്തും ഏറ്റ പരാജയം. അപ്പൊ പാകിസ്ഥാൻ ടീമിന്റെ പെർഫോമൻസിന്റെ നിലവാരം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആതിഥേയരായിട്ടുള്ള പാകിസ്ഥാൻ ടൂർണമെന്റിൽ സെമി കൂടെ കാണാതെ പുറത്തു പോകുന്ന ഒരവസ്ഥ വളരെ ദയനീയം തന്നെ. ഓക്കെ, എന്തായാലും മറ്റൊരു കാര്യം കൂടിയാണ്. അതായത് ഇനി ഇന്ത്യക്ക് നടക്കാനിരിക്കുന്ന അടുത്തൊരു മത്സരം അത് ന്യൂസിലാൻഡിനെതിരെയാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി, രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ഇനി വരാനിരിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ മത്സരമാണ്. ആ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ചെറിയ ചില പരീക്ഷണങ്ങൾക്കൊക്കെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് തയ്യാറാവാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർഷദീപ് സിംഗിന് പുറത്തുണ്ട്. അർഷദീപ് സിംഗിന് ഒരു അവസരം കൊടുക്കാനുള്ള ഒരു പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഋഷഭ് പന്തിനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത. ഈ ഒരു പരീക്ഷണങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. കാരണം ഇവര് ഈ ഗ്രൂപ്പില് ഒന്നാം സ്ഥാനത്ത് വന്നാലേ എതിർ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായിട്ട് നമുക്ക് സെമിഫൈനലിൽ ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയാണ് മറ്റു ഗ്രൂപ്പിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ഓസ്ട്രേലിയക്കെതിരെ സെമിഫൈനലിൽ ഇന്ത്യ കളിക്കുക എന്നുള്ളത് രണ്ടാം സ്ഥാനക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മത്സരം ഒരു ഫൈനലിന്റെ പ്രതീതിയായിരിക്കും. അത് ഒഴിവാക്കി ഇന്ത്യ ടേബിൾ ടോപ്പ് ആയിട്ട് വരിക, അതും ന്യൂസിലാൻഡിനെതിരെ ഒരു വിജയം, ആ വിജയത്തിന്റെ ആ ഒരു ഫ്ലോ ഒരിക്കലും ഒരു ക്യാപ്റ്റനോ ഒരു ടീം മാനേജ്മെന്റോ ടീമിൽ മാറ്റാനായിട്ട് വരുത്തുകയില്ല. അത് മാത്രമല്ല, അത് ഒരു നല്ല മത്സരം തന്നെയായിരിക്കും. കാരണം ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് പരമ്പര വിജയം നേടിയ ഒരു ടീമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാനെ വളരെ കൺവിൻസിംഗ് ആയിട്ട് പാകിസ്ഥാനിൽ വെച്ച് തോപ്പിച്ച ഒരു ടീമാണ്. അവരുടെ സാൻഡ്രൺ എന്നുള്ള ബോളർ, അവരുടെ എല്ലാവരും ഫോമിൽ കളിക്കുന്നു, വില്യംസൺ എന്നുള്ള ബാറ്റർ. അപ്പൊ ഒരിക്കലും ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടീമല്ല ന്യൂസിലാൻഡ്. ഏറ്റവും മികച്ച ഒരു ടീമാണ്, പ്രത്യേകിച്ച് ഏകദിനത്തിൽ. അതുകൊണ്ട് ഒരു ചാൻസും ഇന്ത്യ എടുക്കില്ല. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇന്ത്യൻ ടീം ന്യൂസിലാൻഡിനെതിരെ കരുതപ്പെടുക. ശരി, വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. അതായത് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു, പാകിസ്ഥാനെ തോൽപ്പിച്ചു, സെമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വരാനുള്ളത് ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരമാണ്. എന്തായാലും അതിലും വിജയിച്ച് ടേബിൾ ടോപ്പേഴ്സായി ഇന്ത്യ സെമിയിലേക്ക് പ്രവേശിക്കട്ടെ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ദുബായിൽ തന്നെ നടക്കട്ടെ. ഇന്ത്യ കപ്പ് ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് വാർത്തകൾ കൂടിയുണ്ട് നോക്കാൻ, അതുകൂടി നോക്കാം. കണ്ണൂർ തലശ്ശേരിയിൽ പൊന്നുതങ്കം പരിപാടി കണ്ടു മടങ്ങിയവർക്ക് നേരെ CPM അക്രമം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് CPMകാർ ആക്രമിച്ചത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായ CPMകാരുടെ നേതൃത്വത്തിലായിരുന്നു അക്രമം എന്നറിയുന്നു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. കണ്ണൂരിൽ നിന്ന് മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, വിവരങ്ങൾ എന്താണ്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു ആക്രമം തലശ്ശേരിയിൽ ഉണ്ടായത്. തലശ്ശേരി പൊന്യത്ത് തങ്കം എന്ന പരിപാടി നടന്നു വരുന്നുണ്ട്. ഈ പരിപാടി കണ്ട് മടങ്ങുന്നതിനിടെയാണ് CPM പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പ്രതികളായ CPM നേതൃത്വത്തിലായിരുന്നു ഈ ചെറിയൊരു ശബ്ദത്തിലും ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ണൂരിൽ തലശ്ശേരിയിലാണ് പൊന്നുതങ്കം പരിപാടി കണ്ട് മടങ്ങിയവർക്കെതിരെ CPM അക്രമം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ആണ് CPMകാർ ആക്രമിച്ചതെന്നറിയാൻ സാധിക്കുന്നു. ക്രിമിനൽ കേസുകൾ പ്രതികളായ CPMകാരുടെ നേതൃത്വത്തിലായിരുന്നു അക്രമം എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പരിക്കേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് ഒരു CPMൻ്റെ ആക്രമം വീണ്ടും കണ്ണൂരിൽ നടക്കുന്നു. ഈ ഒരു അക്രമം എന്തിനാണ് ആക്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മിഥുൻ, നമുക്കറിയാം ആറളം ഫാമിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നമുണ്ടായത്. കാരണം കണക്ടിവിറ്റി ചെറിയ പ്രശ്നം ഉണ്ടായേക്കാം. അത് വനത്തിനോടടുത്ത ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് അവിടെ കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ചതിനെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യമുണ്ട്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം. നമുക്കതിൽ ഇടവേള എടുത്ത് തിരിച്ചു വരാം. യുക്രൈന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ആവർത്തിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ. വോളോഡിമർ സെലൻസ്കിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് അടുത്തയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ട്രംപുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
റഷ്യയുടെ അന്യായ യുദ്ധത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ബ്രിട്ടന്റെ നീക്കം. യുക്രൈന് ശക്തമായ പിന്തുണ ഉറപ്പാക്കുമെന്നും കെയർ സ്റ്റാമറുടെ വക്താവ് പറഞ്ഞു. യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യം. അടുത്തയാഴ്ച അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു. ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി വോളോഡിമാർ സെലൻസ്കിയും പറഞ്ഞു. Бажаю здоров'я, шановні українці, українки. Сьогодні ми продовжуємо нашу міжнародну роботу. Нові перемовини з партнерами. Дуже корисні перемовини. Буде більше підтримки в Європі, більше взаємодії. Зараз ми робимо цілком конкретні речі для того, щоб розмови про Україну і про всю Європу відбувались за участі України і Європи. Я дякую кожному з партнерів за підтримку у цьому особливо. Говорив сьогодні з прем'єр-міністром Нідерландів. Я подякував йому. Нідерланди готові допомагати і надалі і більше. Це важливо. Це додаватиме стабільності і безпеки. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ പാരീസിൽ യോഗം ചേർന്ന് യുക്രൈനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ യുക്രൈനെ വീണ്ടും ആക്രമിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പുവരുത്തണമെന്നും പാരീസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഓക്കെ, റിപ്പോർട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ പുത്തൻപുലരി അവസാനിപ്പിക്കാം. ജനം ടി വിയോടൊപ്പം തുടരുക. ലൈവ് റിപ്പോർട്ട്സിൽ ഇതുവരെ നമ്മൾ നോക്കിയതും ഇനി വരാനിരിക്കുന്നതുമായ വാർത്തകളുടെ ഒക്കെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ചെറിയ ഇടവേള. നമസ്തേ.